അടുത്ത പ്രഭാഷണം ഹംസഗുഹ്യ സ്തോത്രം ദക്ഷചരിതം എന്ന വിഷയത്തെ അധികരിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ഭാഗവത ആചാര്യൻ ശ്രീ KP രമേശൻ മാസ്റ്റർ കാരാക്കുറിശി പാലക്കാട് അവർകളാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ദേവരശരണം സ്വാമീ ശരണയ്യപ്പ. ശ്രീമദ് ഭാഗവതത്തില് അജാമിളൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി കേട്ടിട്ടുള്ള പരീക്ഷിത്ത് പിന്നീട് ശ്രീശുക ബ്രഹ്മർഷിയോട് ചോദിച്ചത് ഇനിയും സൃഷ്ടിയെക്കുറിച്ച് പറയൂ എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഭാഗവതം എപ്പോഴും ഈ പരീക്ഷത്തിൻ്റെ ചോദ്യത്തിനനുസരിച്ച് ശ്രീശുക ബ്രഹ്മർഷി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴാണ് ശ്രീശുക ബ്രഹ്മർഷി പിന്നീട് പറയാൻ ആരംഭിച്ചത് പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാരായിട്ടുള്ള 10 പേര്, ആ പ്രചേതസ്സുകൾ, അവർ രുദ്രഗീതം കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിച്ചിട്ട് തിരിച്ചു വരികയാണെന്നാണ്. ഇപ്പം തിരിച്ചു വരുന്ന സമയത്ത് അപ്പോഴേക്കും കുറച്ച് കാലമായിട്ടുണ്ടെന്നാണ്. ആ ഭൂമിയാകെ വൃക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞതായിട്ട് കണ്ടു എന്നാണ്. അപ്പോൾ വൃക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞതായിട്ട് കണ്ടിട്ടുള്ള പ്രചേതസ്സുകൾക്ക് ആ സമയത്ത് ക്രോധമാണ് വന്നത് എന്നാണ്. ആ ക്രോധ അഗ്നിയിൽ വൃക്ഷങ്ങളൊക്കെ തന്നെ കരിഞ്ഞു പോവാൻ വേണ്ടിയിട്ട് ആരംഭിക്കുകയാണ്. അപ്പം ഇത് വൃക്ഷങ്ങളുടെ രാജാവായിട്ടുള്ള ചന്ദ്രന് സോമന് അത്ര ഇഷ്ടമായില്ല എന്നാണ്. അദ്ദേഹം അവിടെ എത്തി. അദ്ദേഹം പറഞ്ഞു, ഈ വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നം ചരാചര ചരാണാമചര ഹ്യപത പാദചാരിണാം അഹസ്താഹസ്തയുക്താനാം ദ്വിപദാം ചതുഷ്പദ. വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ടുള്ളവയാണ് വൃക്ഷങ്ങൾ, അല്ലേ? ഭാഗവതം ഇന്നത്തെ ആ പ്രകൃതി സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അന്ന് തന്നെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ടെന്നാണ്. ഒരിക്കലും വൃക്ഷങ്ങളെ ഇല്ലാതാക്കരുത്, പ്രകൃതിയെ നശിപ്പിക്കരുത്, അവ നമ്മുടെ സമ്പത്താണെന്നാണ്. അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളെ പോലുള്ള ആൾക്കാർ എന്താണ്, കോപം ഒരിക്കലും പാടില്ല എന്നാണ്. കാരണം ഏറ്റവും ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരാണ്, ഭഗവാനെ തന്നെ ആരാധിച്ച് പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ളവരാണ്. അങ്ങനെയുള്ളവരിൽ നിന്നും ഒരിക്കലും കോപം ഉണ്ടാവാൻ പാടില്ല. കോപം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ സർവവും നശിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒന്നാണ് ക്രോധം. അതൊരിക്കലും തന്നെ ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ചും സദാം മാർഗം സജ്ജനങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് കോപം ഒട്ടും നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഈ കോപത്തിനെ ഉപേക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആ പ്രകൃതിയുടെ പ്രാധാന്യത്തിനെക്കുറിച്ചും വൃക്ഷങ്ങളുടെ പ്രാധാന്യത്തിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. പിന്നീട് പറഞ്ഞു, നിങ്ങൾ ഇനി ഒരു കാര്യം ചെയ്യൂ, കുടുംബ ജീവിതം നയിക്കൂ. ഇവരുടെ തന്നെ വൃക്ഷങ്ങളുടെ തന്നെ വളർത്ത് പുത്രിയായിട്ടുള്ള മാരിഷയെ വിവാഹം കഴിക്കൂ എന്നാണ്. അങ്ങനെ അവർ മാരിഷയെ വിവാഹം കഴിച്ചു. ആ മാരിഷയിലാണ് പിന്നീട് മുമ്പത്തെ ദക്ഷൻ അവതരിക്കുകയാണ്. ഇപ്പം ഇവിടെ ഇനി മുതൽ ആ ദക്ഷനെ പ്രാചേതസ ദക്ഷൻ എന്നാണ് പറയുക. അപ്പോൾ പ്രാചേതസ ദക്ഷനിലൂടെയാണ് പിന്നീട് സൃഷ്ടി ഉണ്ടായി എന്നാണ്. ആ സൃഷ്ടിയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ദക്ഷൻ ആദ്യം തന്നെ കുറച്ച് സൃഷ്ടിയൊക്കെ നടത്തി. പക്ഷേ അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിനത്ര സംതൃപ്തി ഉണ്ടായില്ല എന്നാണ്.
അപ്പൊ അദ്ദേഹത്തിന് തോന്നുകയാണ് ഏത് കാര്യവും ആകണമെങ്കിൽ ഒരു ഫലവത്താകണമെങ്കിൽ എന്ത് വേണം? ഈശ്വരാനുഗ്രഹം വേണം. അപ്പൊ ഈശ്വരാനുഗ്രഹത്തിന് എന്താണ്? ഭഗവാനെ തപസ് ചെയ്യണം. അതിനായിട്ട് നീങ്ങുകയാണ് ഈ ദക്ഷൻ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഘമർഷണം എന്നുള്ള തീർത്ഥത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. അവിടെ വെച്ചിട്ട് അദ്ദേഹം തത്രാഘമർഷണം നാമ തീർത്ഥം പാപഹരം പരം തപസാ തോഷയത് ഹരിം, ഹരിയെ തപസ്സുകൊണ്ട് ആരാധിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഭാഗവതം പറയാണ്, ഒരു പ്രത്യേക സ്തോത്രമാണത്. അസ്തൗഷീത് ഹംസഗുഹ്യേന ഭഗവന്തമധോക്ഷജം. ഭാഗവതം എപ്പോഴും ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ അധോക്ഷജൻ എന്നുള്ള വാക്ക് ഇങ്ങനെ ഉപയോഗിക്കും. ആരാധയാധോക്ഷജ പാദപങ്കജം. അതുപോലെ തന്നെ ആദ്യവും പറഞ്ഞിട്ടുണ്ട്. എന്താ അധോക്ഷജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അക്ഷജങ്ങൾ എന്ന് പറഞ്ഞ ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആ ഭഗവാനെ നമ്മൾ ഏതൊരു വസ്തുവിനെയും എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ്. ഒരിക്കലും ഭഗവാനെ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഒന്നും കൊണ്ട് തന്നെ അറിയാനോ മനസ്സിലാക്കാനോ സാധിക്കുകയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അതിനൊക്കെ അപ്പുറത്താണെന്നാണ് ഭഗവാൻ. ആ ഭഗവാനെ ആരാധിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സ്തോത്രത്തിന്റെ പേര് തന്നെ എന്താണ്? ഹംസഗുഹ്യ സ്തോത്രം എന്നാണ്. ഹംസഗുഹ്യം ഏറ്റവും പരിഭാവനമായിട്ടുള്ളത്, ശ്രേഷ്ഠമായിട്ടുള്ളത് പരമഹംസന്മാരുടെ ആ രീതിയിലുള്ള ആ സ്തോത്രത്തിനെ കൊണ്ടാണെന്നാണ്. ആ സ്തോത്രം ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ പറഞ്ഞു, അങ്ങ് ആരാണ് എന്ന് എനിക്കറിയില്ല, കൃത്യമായിട്ട് വാക്കുകളെ കൊണ്ട് പറയാൻ സാധിക്കില്ല. പക്ഷേ എനിക്ക് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? നമപരായ വിദദാനുഭൂതയേ ഗുണത്രയാഭാസ നിമിത്ത ബന്ധവേ അദൃഷ്ടദാംനേ ഗുണതത്വബുദ്ധിഭിർ നിവൃത്തമാനായതേ സ്വയംഭുവേ. നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണ്? ഇതാണ്. ഭഗവാനെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു കാര്യം നമുക്ക് പറ്റുമല്ലോ. നമസ്കരിച്ചിട്ടാണ് ആരംഭിക്കുന്നത്. ഭാഗവതത്തിലെ സ്തുതികൾ നോക്കൂ. കുന്തി സ്തുതിയിൽ എന്താ പറഞ്ഞത്? നമ വച്ചിട്ടാണ് തുടക്കുക, അല്ലെ? നമസ്തേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേപരം. ഭാഗവതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ധാരാളം സ്തുതികൾ കാണാം. ഭാഗവതത്തിന് കൃത്യമായിട്ടുള്ള ഉദ്ദേശമുണ്ട്. സാധാരണക്കാരനായിട്ടുള്ള നമ്മളെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കണം. അതിന് ഏറ്റവും നല്ല വഴി എന്താ? സ്തുതികളിലൂടെ ആ ഭഗവാൻ എന്താണ്, ഏതാണ്, എങ്ങനെയൊക്കെ ആ ഭഗവാനിൽ എത്താം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പോവുകയാണ്. ഇവിടെ ആദ്യം തന്നെ ഭഗവാൻ ആരാണ്? അദ്ദേഹം സ്വയംഭൂവാണ്. അതുപോലെ തന്നെ അദൃഷ്ടദാംനെ, നേരിട്ട് നമുക്ക് കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കണ്ണുകളെ കൊണ്ട് കാണാൻ പറ്റാത്ത ആ ഭഗവാൻ, സ്വയം പ്രകാശിക്കുന്ന ആ ഭഗവാൻ, അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? നമസ്കരിക്കാം. ഞാനിതാ അങ്ങയെ നമസ്കരിക്കുന്നു. നമസ്കരിച്ചിട്ടാണ് ആരംഭിക്കുന്നത്. നമസ്കരിച്ചിട്ട് ആരംഭിച്ചു. പിന്നീട് പറഞ്ഞു, അങ്ങയെക്കുറിച്ച് ഈ ശരീരബോധം ഉള്ളിടത്തോളം കാലം ഈ ശരീരബോധം അങ്ങയെ ആശ്രയിക്കാനുള്ള ഒരു തടസ്സമാണെന്നാണ്. എപ്പോഴാണോ ശരീരബോധം കുറയുന്നത് അപ്പോഴാണ് ഈശ്വര വിചാരം കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. രണ്ടും കൂടിയും ഒരേപോലെ കൊണ്ടുപോകാൻ സാധാരണക്കാരായിട്ടുള്ള നമുക്കൊക്കെ നല്ല വിഷമാണ് എന്നാണ്. അപ്പൊ എന്ത് വേണം? ശരീരബോധം കുറേശ്ശെയായിട്ട് കുറച്ചു കൊണ്ടുവരണം. എപ്പോൾ ശരീരബോധം കുറയുന്നുവോ ശരീരബോധം കുറയുന്നതിനനുസരിച്ചിട്ട് ഈശ്വരബോധം, ദൈവവിചാരം അത് കൂടിക്കൂടി വരും എന്നാണ്. അങ്ങയെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. അങ്ങാണെങ്കിലോ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനാണ്, സർവവ്യാപിയാണെന്നാണ്. സർവം പുമാൻ വേദഗുണംശ്ച തജ്ഞോ നവേദ സർവജ്ഞമനന്തമീഢേ. പിന്നെയും പറയാണ്, ഞാനിതാ അങ്ങയെ സ്തുതിക്കുന്നു, നമസ്കരിക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താണ്? അങ്ങയെ നമസ്കരിക്കലാണ് എന്നാണ്. ഇനിയിപ്പോ അങ്ങാണെങ്കിൽ അങ്ങ് താമസിക്കുന്നത് എവിടെയാണ്? ഹംസായ തസ്മൈ ശുചി സത്മനേ നമാ. അങ്ങ് ആ ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഹൃദയത്തിലാണ് ജീവിക്കുന്നത് എന്നാണ്. ഹൃദയമാണ് അങ്ങയുടെ വാസസ്ഥാനം. എല്ലാ ഹൃദയത്തിലും അങ്ങ് വസിക്കില്ല. എങ്ങനത്തെ ഹൃദയത്തിലാണ്? ശുചി സത്മനേ നമ, ശുദ്ധമായിട്ടുള്ള ഹൃദയങ്ങളിൽ. അപ്പൊ എന്താ ഈ ഹൃദയത്തിന്റെ ശുദ്ധം എന്ന് പറഞ്ഞാൽ? മനസ്സിന്റെയൊക്കെ ശുദ്ധം എന്ന് പറഞ്ഞാൽ ശുദ്ധം രണ്ട് രീതിയിലുണ്ടെന്നാണ്. ബാഹ്യമായിട്ടൊന്നുണ്ട്, ആന്തരികമായിട്ടുണ്ട്. ആന്തരികമായിട്ടുള്ള ഏറ്റവും നല്ല ശുദ്ധം എന്ന് പറയുന്നത്, അതിനെ അശുദ്ധമാക്കുന്നത് കാമ ക്രോധാദി 6 കാര്യങ്ങളാണെന്ന് പറയുക. അത് ഹരിനാമകീർത്തനത്തിലൊക്കെ പറയും, ഷഡ്വൈരികൾക്കു വിളയാട്ടത്തിനാക്കരുത്
ഈ 6 ശത്രുക്കള് അവരുടെ ആസ്ഥാന മന്ദിരമായിട്ട് മാറുമ്പോഴാണ് നമ്മുടെ ഹൃദയം എന്തായിട്ട് മാറുന്നത്? അശുദ്ധമായിട്ട് മാറുന്നത്. അങ്ങനെ അശുദ്ധമായ ഹൃദയങ്ങളിൽ ആരുണ്ടാവില്ല? ഭഗവാന് ഭഗവത് ചൈതന്യമോ ഭഗവത് സാന്നിധ്യമോ ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ എത്തരം ഹൃദയത്തിലാണ് ഭഗവാൻ വസിക്കുന്നത്? ശുചി സത്മനേ നമ. ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ഇത്തരം ദുഷ്ട വികാര വിചാരങ്ങളൊന്നും ഇല്ലാത്ത ഹൃദയങ്ങളിലാണ് അവിടെ ഇരിക്കുന്ന ഭഗവാനെ അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു എന്നാണ്. പിന്നീട് പറഞ്ഞു, മനസ്സ് അടങ്ങിയ ആളുകളാണ്, തത്വവിചാരത്താലാണ് അങ്ങയെ അറിയുന്നത് എന്നാണ്. വഗ്നിം യഥാ ദാരുണി പാഞ്ചദശ്യം മനീഷയാ നിഷ്കർഷന്തി ഗൂഢം. എങ്ങനെയാണത്? തത്വവിചാരം ചെയ്യണം. തത്വവിചാരം ചെയ്യണമെങ്കിൽ എന്ത് വേണം? മനസ്സ് ഒതുങ്ങണം എന്നാണ്. ഈ ഭാഗവതത്തിൽ എല്ലായിടത്തും നോക്കിയാലും കാണാൻ നമുക്ക് സാധിക്കും. ആ മനസ്സ് ഒതുക്കിയിട്ട് ആ മനസ്സിനെ ഭഗവാന്റെ പാദങ്ങളിലേക്ക് തിരിച്ചു വിടുകയാണ്. അപ്പൊ മനസ്സ് ഒതുക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടെയൊക്കെ പറഞ്ഞിട്ടുള്ളതെന്നാണ്. അപ്പൊ മനസ്സ് എങ്ങനെ ഒതുങ്ങുക? ഭഗവാനിലേക്ക്, ഭഗവാന്റെ അവതാര കഥകളിലൂടെ ഭഗവാന്റെ പാദപത്മങ്ങളിലേക്ക് മനസ്സിനെ തിരിച്ചുവിടുക. അപ്പൊ എന്താവും? അപ്പോ മനസ്സ് ഒതുങ്ങും. അപ്പൊ മനസ്സ് ഒതുങ്ങിക്കഴിഞ്ഞാൽ അങ്ങയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും എന്നാണ്. പിന്നെയും പറഞ്ഞു, ആ സ്തുതി എങ്ങനെ മുന്നോട്ട് പോവുകയാണ്? അങ്ങക്ക് പേരോ നാമോ ഒന്നും ഇല്ല എന്ന് പറയണം, അല്ലെങ്കിൽ നാളോ അത്തരം കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ അങ്ങ് ആരാണ്? അങ്ങ് വിശ്വരൂപനാണ് എന്നാണ്. സകല നാമങ്ങളോടും കൂടിയവനാണ് അങ്ങ്. ഇനിയിപ്പോൾ അങ്ങയ്ക്കൊരു രൂപമുണ്ടെങ്കിൽ അത് എങ്ങനത്തെ രൂപമാണ്? വിശ്വരൂപമാണ്. വിശ്വം തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു രൂപമാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ എന്നിൽ പ്രസാദിക്കണേ. കാരണം നമ്മുടെ ചെറിയൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ്. അപ്പൊ ഭഗവാനെ അങ്ങനെയാണ് പറയുക. ആഗ്രഹമൊന്നും ഇല്ലെങ്കിലും ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും ആര് എന്ത് ചെയ്യും? ഭഗവാൻ അനുഗ്രഹിക്കണം എന്നാണ്. അപ്പൊ എന്നെ ആ ഭഗവാൻ, ആ അപ്രമേയമായിട്ടുള്ള ശക്തിയുള്ള ആ ഭഗവാൻ, എന്താ അപ്രമേയം? ഇത്ര എന്ന് പറയാൻ സാധിക്കാത്ത, അളവില്ലാത്ത ആ ശക്തിയായിട്ടുള്ള ഭഗവാൻ എന്നിൽ പ്രസാദിക്കണേ എന്നാണ്. പിന്നീട് പറഞ്ഞു, അങ്ങുണ്ടല്ലോ അങ്ങയെക്കുറിച്ച് പറയുമ്പോ യദ്യന്നിരുക്തം വചസാ നിരൂപിതം ദിയാക്ഷിബിർവാ മനസാവോദയസ്യ. വാക്കുകൊണ്ടോ ഇല്ലെങ്കിൽ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ അങ്ങയെ കുറിച്ച് അറിയാൻ സാധിക്കില്ല. അപ്രകാരത്തിലുള്ള അങ്ങയ്ക്ക് നമസ്കാരം. ഇനി കുറച്ച് യാതൊന്ന് എന്ന് വെച്ചിട്ടാണ് അടുത്ത സ്തുതി എന്നാണ്. അത് ബ്രഹ്മത്തിനെ സൂചിപ്പിക്കുന്നതെന്നാണ്. ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള സ്തുതി ഭാഗവതത്തില് പലയിടത്തും കാണാം. പ്രഹ്ലാദൻ പറയുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്. അതുപോലെ പല ഭാഗത്തും കാണാം. യസ്മിൻ യതോ ഏനച യസ്യ യസ്മൈന്ന്. യാതൊന്നിനാൽ എന്താ? ബ്രഹ്മത്തെ കുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് യാതൊന്ന് എന്നുള്ളത്. അപ്രകാരത്തിലുള്ള ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. പിന്നെ അങ്ങ് ആരാണ്? അനന്ത ഗുണായ തസ്മൈ എന്നാണ്. അനന്തമായിട്ടുള്ള ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. വീണ്ടും നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ പറഞ്ഞു, ഇവിടെ അങ്ങയെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് രീതിയിലുള്ള വഴികളുണ്ട് എന്നാണ്. ആ ഭഗവാനെ ആശ്രയിക്കാൻ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മുടെ ഋഷീശ്വരന്മാര് ഒരുപാട് വഴിയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ പ്രധാനമായിട്ട് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ജ്ഞാനം, ഭക്തി, കർമ്മം എന്നിവയാണ്. ജ്ഞാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം എന്നാണ്. അതിൻ്റെ തന്നെ ഉപവിഭാഗങ്ങളാണ് ബാക്കിയുള്ളതൊക്കെ എന്നാണ്. എന്താ? ഇതിൽ ഏത് വഴിയായാലും കുഴപ്പമില്ല എന്നാണ്. ഏത് വഴിയായാലും എന്ത് ചെയ്താൽ മതി? അങ്ങയുടെ പാദപത്മങ്ങളില് മനസ്സിനെ എത്തിച്ചാൽ മതി, അങ്ങയെ ആശ്രയിച്ചാൽ മതി എന്നാണ്. ജ്ഞാനയോഗികൾ എങ്ങനെയാണ്? ജ്ഞാനയോഗം, യോഗം എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് ആണ്, കൂടിച്ചേരല്. ആരുമായിട്ട് കൂടിച്ചേരല്? ഭഗവാനുമായിട്ട്, ഭഗവാന്റെ പാദപത്മങ്ങളുമായിട്ട്. അപ്പൊ അതിനുള്ള ഒരു വഴി എന്താ? ജ്ഞാനമാർഗത്തിലൂടെ, ഉപനിഷത്തോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അറിവിലൂടെ. അതാണ് ഭഗവാനെ പല ഭാഗത്തും പറയുമല്ലോ, ജ്ഞാനഗമ്യ എന്നാണ്. ഇനിയിപ്പോ അല്ല എങ്കിലോ പേടിക്കൊന്നും വേണ്ട എന്നാണ്. പിന്നെ കർമ്മയോഗമുണ്ട്. ഇനിയിപ്പോ അതും അല്ലെങ്കിലോ ഭക്തിയോഗമുണ്ട്. അതാ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് കലികാലത്തിൽ ഏറ്റവും എളുപ്പത്തിൽ ആ ഭഗവാനുമായിട്ട് കൂടിച്ചേരാനുള്ള വഴിയാണ് എന്ത്? ഭക്തിയോഗം എന്നാണ്. അപ്പൊ ഈ ഏത് യോഗത്തില് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ പറഞ്ഞാലും ശരി, അങ്ങ് ആരാണ്? അങ്ങ് ഏകനാണ്. അങ്ങയിലാണ് എത്തിച്ചേരുന്നത്. ഏതെങ്കിലും ഒരു വഴിയിലൂടെ അങ്ങയിൽ എത്തിച്ചേരണേ എന്നാണ്. അപ്പൊ അത്രയും നേരം പറഞ്ഞ എന്താ? അങ്ങക്ക് രൂപമില്ല, പേരില്ല, നാളില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. എന്നാ ഇനി അങ്ങ് ഇതൊക്കെ സ്വീകരിച്ചു വന്നിട്ടുണ്ട് എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ പരമമായിട്ടുള്ള
ചൈതന്യം അല്ലെങ്കിൽ പരമപുരുഷൻ. പുരുഷൻ എന്നാണ് ആദ്യം പറഞ്ഞ്. ഇപ്പൊ പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ രീതിയിലുള്ള ആണ് പെണ്ണ് എന്നുള്ള ആ ഒരു അർത്ഥത്തിലല്ല, പുരുഷൻ സ്ത്രീ എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടെ പുരുഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ജീവശരീരങ്ങൾക്കും അതിൻ്റെയൊക്കെ ഉള്ളിൽ കയറിയിരുന്നു കൊണ്ട് അവയൊക്കെ പ്രവർത്തിക്കുന്നതിനാവശ്യമായ ചൈതന്യത്തിനെ കൊടുക്കുന്നത് ഏതൊരു ശക്തിയാണോ ആ ശക്തിയെയാണ് പുരുഷൻ എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും ലോകത്തിനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് എന്ത് ചെയ്തിട്ടുണ്ട്? യോനുഗ്രഹാർത്ഥം ഭജതാം പാദമൂലം അനാമരൂപോ ഭഗവാനന്ദ നാമാനി രൂപാണി ച ജന്മകർമ്മഭിർ ബേജേസമഹ്യം പരമപ്രസീതതോ. പാദമൂലം ഭജതാം അനുഗ്രഹാർത്ഥം. അതിനു വേണ്ടിയിട്ട് എന്താ? പാദമൂലം, ആ പാദപത്മങ്ങളെ ഭജിക്കുന്നവരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങ് എന്ത് ചെയ്തിട്ടുണ്ട്? അനാമരൂപനായിട്ടുള്ള അങ്ങ്, രൂപമില്ലാത്ത അങ്ങ്, പേരില്ലാത്ത അങ്ങ് ഒരുപാട് പേരും അതുപോലെ തന്നെ രൂപങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് പറയുകയാണ്. എന്തിനാണ് ഈ അവതാരങ്ങളൊക്കെ? പല രീതിയിൽ പല പ്രാവശ്യം പറയും. എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അവതാരങ്ങള്? പരിത്രാണായ സാധൂനാം, അല്ലെ, വിനാശായ ച ദുഷ്കൃതാം. എന്താ? ധർമ്മ സംസ്ഥാപനാർത്ഥായ. ധർമ്മം ഇവിടെ നേരത്തെ തന്നെ ഉണ്ട്. അതിനെ എന്ത് ചെയ്യുക? ഒന്നും കൂടിയും സംസ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, സജ്ജനങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. അതിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തു വരണ്ടേ? ഭാഗവതത്തില് ആദ്യം തന്നെ കുന്തിസ്തുതിയില് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ശ്രവണ സ്മരണാർഹാണി. നമ്മളെ പോലെ ഉള്ള ആളുകൾക്ക് ഓർമ്മിക്കാനും പാടാനും പുകഴ്ത്താനും ഒക്കെ എന്ത് വേണം? ഇത്തരം നാമങ്ങളും അവതാരങ്ങളൊക്കെ വേണം. അങ്ങനെ നാമങ്ങളും അവതാരങ്ങൾ എടുത്തു വന്നപ്പോ എന്തായി? കൃഷ്ണനെന്നും രാമനെന്നും ഇല്ലെങ്കിൽ ഒരുപാട് പേര് കിട്ടിയെന്നാണ് ഭഗവാന്. അപ്പൊ നമ്മള് ശ്രീകൃഷ്ണ ജയന്തിന്നും രാമനവമി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും ഒക്കെ ആരാധിക്കാൻ തുടങ്ങി വിശേഷ അവസരങ്ങളിലൂടെ. അപ്പൊ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അനാമരൂപിയായിട്ടുള്ള, പേരില്ലാത്ത അല്ലെങ്കിൽ ഒരു അഡ്രസ്സും ഇല്ലാത്ത ഭഗവാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പല രൂപങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? പാദമൂലം ഭജതാം അനുഗ്രഹാർത്ഥം. പാദമൂലം ഭജിക്കുന്ന ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? ഭാഗവതം എപ്പോഴും പറയും എന്താണ്? ആ ഭഗവത് നാമങ്ങളെ ആശ്രയിക്കൂ, നാമങ്ങളിലൂടെ ഭഗവാനെ ആശ്രയിക്കൂ. അതുകൊണ്ട് എന്തായി? നമുക്ക് ഭഗവത് ഭക്തി, ഭഗവത് സായുജ്യം പെട്ടെന്ന് എത്തിച്ചേരാന്നാണ്. ശൃണ്വൻ സുഭദ്രാണിരതംഗപാണിർ ജന്മാനി കർമാണി ചയാനി ലോകേ ഗീതാനി നാമാനി തദർത്ഥകാനി ഗായൻ വിലജ്ജോ വിചരേത സംഘ. എന്തിന്? ഭഗവത് പ്രാപ്തിക്കുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴിയായിട്ട് മാറിയത് പിന്നെയാണ് എന്താണ്? അങ്ങയുടെ ഈ നാമരൂപങ്ങളും അതിലൂടെയുള്ള ആ ഭക്തിയോഗവും ആണ്. അപ്രകാരത്തിൽ വിവിധ നാമരൂപങ്ങളും ഒക്കെ സ്വീകരിച്ചിട്ടുള്ള അല്ലയോ ഭഗവാനെ, അങ്ങ് എന്നിൽ പ്രസാദിക്കൂ. അങ്ങ് പ്രസാദിക്കും എന്ന് പറയാണ്. സ ഈശ്വരോമേ കുരുതാൻ മനോരഥം. അങ്ങനെയാണ് ആ സ്തുതി അവസാനിപ്പിക്കുക. ആ ഭഗവാൻ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ സഫലമാക്കി തീർക്കണേ. എന്താ? മനസ്സിൽ കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. ആ തപസ് നേരെയായിട്ട് ഈശ്വര അനുഗ്രഹത്തോട് കൂടിയിട്ട് വേണം ഇനിയുള്ള സൃഷ്ടി എന്നാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഇത്തരം സ്തുതികളുടെയൊക്കെ അവസാനം പലപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലോസ് കാണാം, എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കാണും. എന്താ? ധ്രുവനായാലും അവസാനം എന്താ പറയുക? എൻ്റെ മനോരഥങ്ങളെ അങ്ങ് സഫലമാക്കും എന്നുള്ളത് ഉറപ്പാണെന്നാണ്. സാധാരണക്കാരായിട്ടുള്ള നമ്മളുടെ ഉള്ളിലും ചില മനോരഥങ്ങളൊക്കെ ഉണ്ടാവും. അതും വേണമെങ്കിൽ എന്താക്കാം? അതും സഫലമാക്കി തരണേ എന്ന് നമുക്ക് വേണമെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിക്കാം, ഭഗവാനോട് യാചിക്കാം എന്നാണ്. പക്ഷേ അവസാനം നമ്മൾ എവിടേക്കൊക്കെ എത്തണം? അങ്ങേ തലക്കിലേക്ക് എത്തണം. എൻ്റെ മനസ്സിൽ ഒരു ഇതുമില്ലാതെ, ഒരു ആഗ്രഹങ്ങളും ഇല്ലാതെ നിരപേക്ഷനായിട്ട് വേണം പ്രാർത്ഥന എന്നാണ്. എന്നാൽ രണ്ട് തരത്തിലുള്ള ആ പ്രാർത്ഥനകളും രണ്ട് തരത്തിലുള്ള ആ സ്തുതിയുടെ അവസാനവും നമുക്ക് പല സ്തുതികളിലും കാണാം എന്നാണ്. ഇത്തരം സ്തുതിയൊക്കെ ദക്ഷൻ നന്നായിട്ട് സ്തുതിച്ചു. അതോടുകൂടിയിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ആ വിരാസീത് കുരുശ്രേഷ്ഠ ഭഗവാൻ ഭക്തവത്സല. ആരാണ് ഭഗവാൻ? ഭക്തവത്സലനാണ്. ഭക്തവത്സലനായിട്ടുള്ള ആ ഭഗവാന് ഒരു ഭക്തന്റെ ആ ഭക്തി, സർവം സമർപ്പിച്ചുകൊണ്ടുള്ള ആ ഭക്തി കാണാതിരിക്കാൻ സാധിക്കില്ല. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു അക്ഷിഗോചരനായിട്ട്. തന്നെ മുന്നിൽ അതിമനോഹരനായിട്ടുള്ള ആ ഭഗവത് രൂപത്തിനെ ദക്ഷൻ കാണാണ്. പീതവാസാഘനശ്യാമ പ്രസന്നവദനക്ഷണ വനമാല്യാനിവീതങ്കോ ലസശ്രീവത്സ കൗസ്തുഭ. ഭഗവാൻ പറഞ്ഞു, അല്ലയോ ദക്ഷ,
എനിക്ക് സന്തോഷമായി എന്ന് പറയുകയാണ്. ഇനി നീ ഒരു കാര്യം ചെയ്യൂ, സൃഷ്ടി നടത്തൂ. അതിനു വേണ്ടിയിട്ട് യേഷാ പഞ്ചജനസ്യംഗ, പഞ്ചജനന്റെ പുത്രിയായിട്ടുള്ള പഞ്ചജന പ്രജാപതിയുടെ പുത്രിയായിട്ടുള്ള അസിഗ്നിയെ സ്വീകരിക്കൂ, എന്നിട്ട് പ്രജാ സൃഷ്ടി നടത്തൂ, അവരെ പരിപാലനം ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദക്ഷനെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ അന്തർദാനം ചെയ്യാണ്. പിന്നീട് അടുത്ത ഒരു അധ്യായത്തില് ദക്ഷ പുത്രന്മാരെ കുറിച്ചാണ് പിന്നീട് സൂചിപ്പിക്കുന്നത്. അവിടെ പറയുകയാണ്, ഈ ദക്ഷൻ പഞ്ചജന പ്രജാപതിയുടെ പുത്രിയായിട്ടുള്ള അസിഗ്നിയെ സ്വീകരിച്ചു പത്നിയായിട്ട്. ആ അസിഗ്നിയില് കുറച്ച് മക്കളൊക്കെ ഉണ്ടാവുകയാണ്. ഇവിടെ കുറച്ച് എണ്ണൊക്കെ നല്ല വലിയ എണ്ണ പറയുന്നത്. അവരെ മൊത്തത്തില് ഹര്യശ്വന്മാര് എന്നാണ് പറയുന്നത്. 10,000 പേരാണത്രേ അവര്. ഈ 10,000 പേരോടും ദക്ഷൻ പറയാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ സൃഷ്ടി ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ അവരെ ധാർമ്മികമായിട്ട് പരിപാലനം ചെയ്തുകൊണ്ട് മാതൃകാപരമായിട്ട് ജീവിക്കേണ്ടവരാണ്. അതിനു വേണ്ടിയിട്ട് ഏതൊരു കാര്യവും നന്നായിട്ട് നടക്കണമെങ്കിൽ എന്ത് വേണം? ആ ഭഗവാന്റെ അനുഗ്രഹം വേണം. അതിന് ആദ്യം തന്നെ ആ ഭഗവാനെ ഒന്ന് തപസ് ചെയ്തിട്ട് പ്രീതനാക്കൂ, എന്നിട്ട് മതി എന്നാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താണ് ഇവിടെ നാരായണ സരസ് തീർത്ഥം എന്നാണ്. നാരായണ സരസ് എന്ന് പറയുന്ന ആ തീർത്ഥത്തില് പോവുക, എന്നിട്ട് ഭഗവാനെ തപസ്സുകൊണ്ട് ആരാധിക്കുക. ആ ഭഗവാന്റെ അനുഗ്രഹത്തിന് ശേഷമാകാം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞ പോലെ ആ സൃഷ്ടി നടത്തിയിട്ട് അവരെ സംരക്ഷിച്ചുകൊണ്ട് മാതൃകാപരമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ഉപദേശത്തോട് കൂടിയിട്ട് അവരെ തപസ്സിന് വേണ്ടിയിട്ട് അയക്കുകയാണ് ദക്ഷൻ. ഇവര് തപസ്സിന് പോണ സമയത്ത് തപസ്സിന് പോയി എന്നാണ്. നാരായണ സരസ് തീർത്ഥത്തില് തപസ്സിനെത്തി. അവിടെ എത്തിയതിന് ശേഷമാണ് അപ്പോഴാണ് ഇത്രയും പേര് ഒന്നിച്ച് ഈശ്വര ആരാധനയ്ക്ക് വരികയാണെന്നാണ് നാരദൻ ഇതറിഞ്ഞു. നാരദൻ അവിടെ എത്തിച്ചേർന്നു എന്നാണ്. അവരോട് നാരദൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങളൊക്കെ തപസ്സിന് പോവുകയാണല്ലേ, സന്തോഷമായി എന്നാണ്. എന്നാൽ എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട്, അതിന് ഉത്തരം നിങ്ങളൊന്ന് പറഞ്ഞു തരണം എന്നാണ്. അത് അറിഞ്ഞിട്ട് വേണം ശരിക്ക് എന്ത് ചെയ്യാൻ? തപസ് ചെയ്യാൻ എന്നാണ്. അത് അറിയാതെ തപസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു 10 ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ്. അദൃഷ്ടാന്തം ഭുവോയൂയം ബാലിശ ബദ പാലക ചോദിക്കുകയാണ്. നാരദൻ ആദ്യം തന്നെ ചോദിച്ചു. 10 ചോദ്യങ്ങളാണ്, ഒന്നല്ല 10 എണ്ണമാണ്. ആ ചോദ്യങ്ങൾ ഓരോന്നായിട്ട് നാരദൻ ചോദിച്ചു. ആദ്യം തന്നെ നാരദൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ഭൂമിയുടെ അവസാനം അറിയുമോ? ആദ്യത്തെ ചോദ്യം. പിന്നെ ചോദിച്ചു, ഏക പുരുഷനായിട്ടുള്ള ഒരു രാജ്യമുണ്ട്, ആ പുരുഷനെ അറിയോ? രാജ്യത്തിനെ കുറിച്ച് അറിയോ? പിന്നെ പുറത്തേക്ക് വരാൻ സാധിക്കാത്ത ഒരു ഗുഹയുണ്ട്, ആ ഗുഹയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ? പിന്നെ അനേക രൂപമുള്ള ഒരു സ്ത്രീയുണ്ട്, ആ സ്ത്രീയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ? പിന്നെ ഇവളുടെ അടിമയായിട്ടുള്ള ഒരു ഭർത്താവുണ്ട്, ആ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ? അതുപോലെ തന്നെ 2 വശത്തേക്കും ഒഴുകുന്ന ഒരു നദിയുണ്ട്, ആ നദിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയുമോ? 25 ഘടകങ്ങളുള്ള ഒരു വീടുണ്ട്, ആ വീടിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയുമോ? അപ്പോഴേക്കും ചോദ്യം 7 എണ്ണായി. 8ാമത്തെ ചോദ്യം, വിചിത്ര കഥയുള്ള ഒരു ഹംസമുണ്ട്, ആ ഹംസത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ? എപ്പോഴും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന മൂർച്ചയുള്ള ഒരു ചക്രമുണ്ട്, ആ ചക്രത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ? പിന്നെ പിതാവിന്റെ ആജ്ഞയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ? ഇവർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായില്ല. പക്ഷെ അവരെന്ത് ചെയ്തു? തന്നിശമ്യാധകര്യശ്വ ഔപത്തികമനീഷയാ വാച കൂടം തുതേ വർഷേ സ്വയം വിമമൃഷുർധിയാ. അവര് മനസ്സിലാക്കി. എങ്ങനെ? നല്ലോണം ചിന്തിച്ചിട്ട്. അപ്പൊ അവർക്ക് ഓരോ ചോദ്യത്തിന്റെയും ആന്തരാർത്ഥം മനസ്സിലാക്കുകയാണ്. ഭാഗവതം അതിനെ കൃത്യമായിട്ട് പറയും. എന്താ ആദ്യത്തെ ചോദ്യം? എന്താ? ഭൂമിയുടെ അവസാനം കാണാതെ. ഇപ്പൊ എന്താ ഭൂമി എന്ന് പറഞ്ഞാല്? ചുരുക്കി പറയാണ്, നമുക്ക് ലഭ്യമായ സമയത്തിന്റെ ഉള്ളിൽ. എന്താ ഭൂമിയുടെ അവസാനം കാണാതെ തപസ് ചെയ്യാൻ, അവസാനം കാണാത്ത അതിനുള്ള വഴി നിങ്ങൾക്കറിയുമോ? അവസാനം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്നാണ്. അപ്പൊ അതറിയാതെ തപസ് ചെയ്തിട്ട് കാര്യമില്ല എന്നാ പറഞ്ഞത്. അപ്പൊ എന്താ അത്? ജനന മരണങ്ങളുള്ള ഈ ശരീരം തന്നെയാണ് എന്ത്? ഭൂമി എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് എന്നാണ്. അപ്പൊ എന്താ ജനന മരണങ്ങള്? ഈ ശരീരത്തിന്റെ ഒരു പ്രത്യേകത തന്നെ എന്താണ്? ജനിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടുള്ള ഒരു കാര്യം എന്താ? മരണമാണ് എന്നാണ്. മരിച്ചു കഴിഞ്ഞാലോ കയ്യിലിരിപ്പ് അത്ര ശരിയല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? പിന്നെയും ജനനം ഉണ്ടാവും എന്നാണ്. അപ്പൊ അങ്ങനെ ഈ ജനന മരണങ്ങൾ ബാധിക്കുന്ന ഈ ശരീരമാണ്. അപ്പൊ ഇതിനെ അവസാനിപ്പിക്കാനുള്ള വഴി എന്താ?
എന്നാണ്. അത് അറിയണം എന്നുള്ളതാണ്. അത് നിങ്ങൾക്കറിയുമോ? എങ്ങനെ അത് അവസാനിപ്പിക്കുക? ഭാഗവതം സ്റ്റെപ്പായിട്ട് അത് കൃത്യമായിട്ട് പറഞ്ഞു തരും. എങ്ങനെയാണ് അത് അവസാനിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ജനന മരണങ്ങളാകുന്ന ആ വട്ടം കറങ്ങലാണ് അവസാനിപ്പിക്കേണ്ടത്. അപ്പൊ അത് അവസാനിക്കണമെങ്കിൽ ജനനം ഇല്ലാതെയാവണം. ജനനം ഇല്ലാതെയാവാൻ വേണ്ടിയിട്ട് ജനിച്ചാൽ എന്താണ്? ഉറപ്പാണ് മരണം ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് എങ്ങനെ ജനനം എങ്ങനെ ഇല്ലാതെയാവുക എന്നാണെങ്കിൽ ഈ മരണത്തിനെ അവസാനത്തെ മരണമാക്കണം. എങ്ങനെ ഈ മരണത്തിനെ അവസാനത്തെ മരണമാക്കുക? ഈശ്വര ഉപാസനയോട് കൂടിയിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സത്വാസനകൾ ഉയർത്തിക്കൊണ്ട് അവസാനം എവിടേക്ക് എത്തണം? അമൃതത്വത്തിലേക്ക് എത്തണം. ഏകാദശത്തിലൊക്കെ പറയും, ഒരു നദി ചെന്നിട്ട് സമുദ്രത്തിൽ ചെന്ന് ലയിച്ചു കഴിഞ്ഞിട്ട് പിന്നെന്തേ ഉള്ളൂ? പിന്നെ നദിയുണ്ടോ? പിന്നെ നദിയില്ല. പിന്നെ സമുദ്രത്തിൽ ലയിച്ച നദികളെ വേറെടുത്തിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ ആ സമുദ്രമേ ഉള്ളൂ. അതുപോലെ അവസാനം പിന്നെ എന്തേ ഉള്ളൂ? സമുദ്രമേ നമുക്ക് അവിടെ കാണാൻ സാധിക്കുള്ളൂ. ഇത്തരം ഉപമകളും ഉദാഹരണങ്ങളും ഭാഗവതത്തിൽ ധാരാളം കാണാം. ഈ ഷഷ്ഠസ്കന്ധത്തില് പ്രത്യേകിച്ചും കാണാം. അജാമിളനെ അവിടെയൊക്കെ ആരംഭത്തിൽ തന്നെ ഒരുപാട് ഉപമകളും ഉദാഹരണങ്ങളും ഒക്കെ പറയും. ഇനി ഇത് കഴിഞ്ഞാൽ ഇവിടെയും പറയും ഇത്തരം ഉദാഹരണങ്ങൾ. അപ്പൊ എന്താണ്? അതുപോലെ നമ്മൾ എവിടേക്ക് എത്തണം? അമൃതത്വത്തിലേക്ക് എത്തണം. പിന്നെ എന്താണ്? പിന്നെ ഈ ജനന മരണങ്ങളില്ല. അതിനുള്ള വഴി എന്താ? ഇതിനുള്ള അനുഷ്ഠാനം അറിയണം. ഏത് രീതിയിൽ സഞ്ചരിച്ചാലാണോ ഈ ഭൂമിയുടെ അവസാനം എന്ന് പറയുന്നത്, ഈ ശരീരത്തിനെ ഇനി അവസാനിപ്പിക്കാനുള്ള ഏറ്റവും പരമമായിട്ടുള്ള ആ മുക്തനായിട്ട് ഭഗവാനുമായിട്ട് ഒന്നായി ചേരാനുള്ള വഴി എന്തോ ആ വഴി അറിയണം. അതിലേക്കുള്ള അനുഷ്ഠാനം അറിയണം. ഇതറിയാതെ നിങ്ങൾ തപസ് ചെയ്യാൻ പോയിട്ട് എന്താ കുട്ടികളെ കാര്യം? ഇതാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം എന്നുള്ളത് അവര് എങ്ങനെ മനസ്സിലാക്കി? ചിന്തിച്ച് അവര് തന്നെ അവർ ചിന്തിച്ച് കണ്ടെത്തി എന്നാണ്. അതിനുള്ള വഴി എന്താ? ദക്ഷന്റെ സ്തുതിയിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഈശ്വര ചിന്ത ഉയർത്തിക്കൊണ്ടുവരിക, അതുപോലെ തന്നെ ശരീരബോധത്തിനെ കുറച്ചു കൊണ്ടുവരിക. അങ്ങനെ ഈശ്വരന്റെ പാതാരവിന്ദങ്ങളിലേക്ക് മനസ്സിനെ എത്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്നുള്ളത് അവരൊക്കെ മനസ്സിലായി എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, ഏക പുരുഷനുള്ള ഒരു രാജ്യമുണ്ട്, ആ രാജ്യത്തിനെ കുറിച്ച് നിങ്ങൾക്കറിയോ? ആ ഏക പുരുഷനെ കുറിച്ച് അറിയോ എന്നാണ്. എന്താ ഏകൻ എന്ന് എവിടെ കേട്ടാലും അതെന്താണ്? ആ ഭഗവത് ചൈതന്യമാണ്. ഈ ബ്രഹ്മാണ്ടത്തിനെ കുറിച്ചും അതിലുള്ള സർവേശ്വരൻ, അതിൻ്റെ തന്നെ സർവേശ്വരനായിട്ടുള്ള ഏകനായിട്ടുള്ള ആ ചൈതന്യത്തിനെ കുറിച്ചുമാണ്. ആ ചൈതന്യത്തിനെ എന്ത് പേരിൽ വേണമെങ്കിലും പറയാം. ഭാഗവതം തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. അതിനെ നല്ല അറിവുള്ള ആൾക്കാര് ബ്രഹ്മം എന്ന്, ജ്ഞാനികളായിട്ടുള്ള ആൾക്കാര്, പിന്നെയോ അടുത്ത ആൾക്കാര് എന്ത് പറയും? പരമാത്മാവ്. നമ്മളെ പോലുള്ള സാധാരണക്കാര് തന്നെ അതിനെ എന്തും പറയുന്നു? ഭഗവാൻ ഇതി ശബ്ദതേ, ഭഗവാൻ എന്നും പറയുന്നു. പേരൊന്നും നോക്കണ്ട, ആ ശക്തി തന്നെയാണ് ആ ഏകനായിട്ടുള്ള ആ ഭഗവാൻ എന്നാണ്, അല്ലെങ്കിൽ ബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മാവ് എന്നുള്ളതാണ്. ഈ സർവേശ്വരനെ അറിഞ്ഞാൽ എന്താണ്? സംസാരബന്ധം, ഇവിടെയുള്ള ആ ബന്ധം ഒരിക്കലും നല്ലതല്ല എന്നല്ല ഭാഗവതം പറയുന്നത്. ബന്ധം എന്താവണം? എന്താവരുത്? ബന്ധനമാവരുത്. കുന്തിസ്തുതിയിൽ പറഞ്ഞിട്ടുണ്ട്, സ്നേഹപാശമിമം ചിന്തി. സ്നേഹം നല്ലതാണ്, അത് എന്തായി തീരരുത്? പാശമായിട്ട് തീരരുത്. ആ പാശം ആ കയറിട്ടിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല, ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള കെട്ടുപാടുകളായിട്ട് ആ സ്നേഹമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വികാരങ്ങളോ മാറാൻ പാടില്ല. ഈശ്വരന്റെ അടുത്തേക്കുള്ള മനസ്സിന്റെ യാത്രയിൽ ഒരിക്കലും ഒരു കെട്ടും പാടില്ല. അത് സ്വതന്ത്രമാകണം, മുക്തനാകണം. അപ്പൊ ഈ കെട്ടുപാടുകൾ ഇല്ലാതാക്കണം. ആ കെട്ടുപാടുകൾ ഇല്ലാതാക്കിക്കൊണ്ട് ആരെ അറിയണം? ഏകനായിട്ടുള്ള ഈ ഭഗവാനെ അറിയണം. അതാണ് ഏക പുരുഷനുള്ള ആ രാജ്യത്തിനെ കുറിച്ച് ചോദിച്ചതെന്നാണ്. ആ ഭഗവാൻ എങ്ങനെയാണ്? ഭഗവാനെ അറിയണമെങ്കിൽ ഈ ബന്ധനങ്ങളിൽ നിന്ന്, ഈ പാശങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണ്. അതാണ് പാശുപതി എന്നൊക്കെ, പശുപതി എന്നൊക്കെ, പാശം എന്ന് എവിടെ കണ്ടാലും എന്താണ് ഈ പാശം എന്ന് പറഞ്ഞാല് ഇവിടെയുള്ള കെട്ടുപാടുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഭാഗവതം ആദ്യം മുതൽ അവസാനം വരെയും ഈ കെട്ടുപാടുകളെ മുറിച്ചുകൊണ്ട് അതിനെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഭഗവത് പാദങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ കൈപിടിച്ച് നടത്തുന്ന ഒരു ശാസ്ത്രമാണ്. ആ കെട്ടുപാടുകൾ ഇല്ലാതായിക്കൊണ്ട് ഏകനായിട്ടുള്ള ആ ഭഗവാനെ ആശ്രയിക്കുകയാണ് വേണ്ടത്. ഇതറിയാതെ തപസ്സിന് പോയിട്ട് എന്താ കാര്യം എന്നാണ്
രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥം എന്ന് അവർ ചിന്തിച്ച് മനസ്സിലാക്കി എന്നാണ്. അപ്പോഴാണ് അടുത്ത ചോദ്യം എന്താണ്? പുറത്തേക്ക് വരാൻ സാധിക്കാത്ത, അകത്ത് പെട്ടുകഴിഞ്ഞാൽ പുറത്തേക്ക് വരാൻ സാധിക്കാത്ത ഒരു ഗുഹയുണ്ട് എന്നാണ്. അതെന്താണ് എന്നാണ് അടുത്ത ചോദ്യം. അപ്പൊ അവർ ചിന്തിച്ച് മനസ്സിലാക്കി അതെന്താണ്? അതാ ഭഗവത് പദം പ്രാപിക്കൽ തന്നെയാണ് എന്നാണ്. ആ ഭഗവത് പദം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെന്താണ്? പിന്നെ മടങ്ങി വരേണ്ട ആവശ്യമില്ല, അമൃതത്വത്തിലേക്കാണ് എത്തുന്നത്. പിന്നെ ഒരു തിരിച്ചു വരവ് ഇല്ല എന്നാണ്. അങ്ങനെ തിരിച്ചു വരവില്ലാത്ത ആ ജീവ ബ്രഹ്മ ഐക്യത്തിനെ കുറിച്ച്, ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആ ജീവബ്രഹ്മ ഐക്യത്തിനെ കുറിച്ചാണ് ഈ ചോദ്യത്തില് നാരദൻ തങ്ങളെ ഉദ്ബോധിപ്പിച്ചിരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. അല്ലെങ്കിൽ എന്താണ്ടാവുക? ഈ സംസാരത്തിലേക്ക് മടങ്ങി വരേണ്ടി വരും. സംസാരത്തിലേക്ക് മടങ്ങി വന്നാൽ എന്താണ്ടാവുക? പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം. പിന്നെ ഈ സംസാരത്തിന് രക്ഷപ്പെടാൻ വീണ്ടും നല്ല ബുദ്ധിമുട്ടാണെന്നാണ്. പിന്നെ അത് ഇവിടെ ആദ്യം എന്ത് ചെയ്യും? പിന്നെയും പിന്നെയും ജനിച്ചിട്ടും മരിച്ചിട്ടും ഇരിക്കേണ്ടി വരും. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ വഴി, എത്തിച്ചേരുന്ന ആ സ്ഥലം, അതാണ് എന്ത്? ആ പരമമായിട്ടുള്ള ആ ഭഗവത് പദപ്രാപ്തി, ജീവ ബ്രഹ്മ ഐക്യം എന്ന് ഭാഗവതം നമ്മളെ എപ്പോഴും സൂചിപ്പിക്കുന്ന, അവിടേക്ക് എത്തിച്ചേരണം എന്ന് എപ്പോഴും നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്കാണ് ഈ ചോദ്യം തങ്ങളുടെ മനസ്സിനെ, ചിന്തയെ ഉയർത്തിയത് എന്നുള്ളത് അവർക്ക് മനസ്സിലായി എന്നാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം എന്താ? അനേക രൂപമുള്ള ഒരു സ്ത്രീ ഉണ്ട് എന്ന് പറയാണ്. അവളെ കുറിച്ച് അറിയുമോ? എന്താ? ഇതൊക്കെ നമ്മുടെ ഋഷീശ്വരന്മാരുടെ ഒരു പ്രത്യേകത. അവർ പാരോക്ഷമായിട്ട് പറയാൻ അവർക്ക് നല്ല താല്പര്യമാണെന്നാണ്. ഭഗവാൻ തന്നെ ഏകാദശത്തിലൊക്കെ കൃത്യമായിട്ട് അത് എടുത്തു പറയും. എനിക്കിങ്ങനെ, അതുപോലെ തന്നെ ഋഷീശ്വരന്മാർക്ക് ഇതിങ്ങനെ പരോക്ഷമായിട്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ് അവർക്കൊക്കെ താല്പര്യം എന്നാണ്. അത് നമുക്ക് ഭാഗവതത്തിൽ തുടക്കം മുതൽ അവസാനം വരെയും കാണാം. നമുക്ക് ഈ ഭാഗം ഒന്ന് അനുസ്മരിച്ചതിന് ശേഷം നമുക്ക് ആലോചിക്കാം ഈ ഭാഗത്ത് എന്തൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പറയാതെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. വരികൾക്കിടയിലൂടെ പറയുക, അതാണ് ഏതൊരു കാവ്യത്തിനെയും ഏതൊരു കാര്യത്തിനെയും ഏറ്റവും ശ്രേഷ്ഠമാക്കുന്നത്. എന്താ? വരികൾക്കിടയിലൂടെ പറയുന്നത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അന്തരാളങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അതിനെ ആസ്വദിക്കാനും അതിനെ ജീവിതത്തിൻ്റെ പരമലക്ഷ്യത്തിലേക്കുള്ള ഒരു പാതയായിട്ട് അതിനെ മാറ്റാനും സാധിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്താ? അനേക രൂപമുള്ള ഒരു സ്ത്രീയുണ്ട്, അവളെ കുറിച്ച് അറിയുമോ എന്നാണ്. എന്താ അനേക രൂപം? എപ്പോഴും കളറ് മാറിക്കൊണ്ടിരിക്കുന്ന ആളെന്നാണ്. എന്താ? നിറം മാറുക എന്നാണ്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ ഭാഗവതം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് അല്ലേ? കംസനെ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്താ കംസൻ എന്താ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളറ് മാറിക്കൊണ്ടിരിക്കും, നിറം മാറിക്കൊണ്ടിരിക്കും. അതുപോലെ പലരെയും നമുക്ക് കാണാം. അപ്പൊ ഈ ഇവിടെ എന്താ പറയുന്നത്? അനേക രൂപമുള്ള സ്ത്രീയാണെന്നാണ്. എന്താ? നമ്മുടെയൊക്കെ ബുദ്ധിയെ തന്നെയാണ് പറയുന്നത്. വിഷയങ്ങളിൽ താല്പര്യത്തോടു കൂടിയിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, ഇല്ലെങ്കിലോ ഈശ്വരനല്ലാത്ത വസ്തുക്കളിൽ നിരന്തരമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബുദ്ധിയെ തന്നെയാണ് പറയുന്നത്. ഇവിടെ വന്നു, ഇവിടെ വരുമ്പോൾ എന്താണ്? എന്തൊരു ഭക്തിയോട് കൂടിയിട്ട് ഭാഗവതം ശ്രവിക്കുന്നു, ഇവിടെയുള്ള പൂജകളെ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു. കുറച്ച് കഴിഞ്ഞാലോ, ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാലോ, ചിലപ്പോൾ നമ്മൾ തന്നെയാണ് വല്ല സീരിയൽ കണ്ടിട്ടോ എന്തെങ്കിലും നിരർത്ഥകമായിട്ടുള്ളത് കൂടെയൊക്കെ സമയം ചെലവാക്കുന്നത്, അല്ലെങ്കിലോ മറ്റേതെങ്കിലും കാര്യങ്ങളിലൂടെ. അപ്പോൾ ഇവിടെയുള്ള രൂപമല്ല അവിടെ, അവിടെയുള്ള രൂപമല്ല ഇവിടെ. ഇനിയിപ്പോൾ മേലുദ്യോഗസ്ഥനെ കാണുകയാണെങ്കിൽ എന്താണ്? അപ്പോൾ വേറൊരു ഭാവം വന്നു. താഴെയുള്ള ജീവനക്കാരെ അല്ലെങ്കിൽ തനിക്ക് താഴെയുള്ളവരെ കാണുമ്പോഴോ അപ്പം താൻ ആജ്ഞാപിക്കാൻ തുടങ്ങി. നോക്കൂ, കളറ് മാറണ കണ്ടില്ലേ, നിറം മാറണ കണ്ടില്ലേ? ഇതിൽ പറയുന്നതൊക്കെ ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണ്. നമുക്ക് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ എത്ര രീതിയിലാണ് നമ്മുടെ തന്നെ പ്രവൃത്തികളും നമ്മുടെ തന്നെ ഭാവവും മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആരെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്? അനേക രൂപമുള്ള സ്ത്രീ എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബുദ്ധി തന്നെയാണെന്നാണ്. ഈ ബുദ്ധിവൃത്തിയെ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ മാറിക്കൊണ്ടിരുന്ന ശരിയാവുമോ? ശരിയാവില്ല. അവയെ അധീനത്തിലാക്കണം. അതാണ് സ്വാധീനത്തിലാക്കണം. നമ്മൾ പറഞ്ഞവിടത്ത് നമ്മൾക്ക് ഇതിനെ കൊണ്ടുവരാൻ സാധിക്കണം. അതിനുള്ള വഴി അവളെ കുറിച്ച് അറിയോ എന്ന് ചോദിക്കുകയാണ്. കൃത്യമായിട്ട് മനസ്സിലായി. എന്താണ്? ഈ ബുദ്ധിവൃത്തിയെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ വിവേകം കൊണ്ട് അതിനെ നിയന്ത്രിച്ചിട്ട് ഭഗവാന്റെ പാദങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഇത് അറിയാതെ തപസ് ചെയ്തിട്ട് എന്താണ് കാര്യം എന്നാണ് നാരദൻ ചോദിച്ചതിൻ്റെ ആന്തരാർത്ഥമായിട്ടുള്ളത് എന്ന് ആരൊക്കെ മനസ്സിലായി? ഈ ഹര്യശ്വന്മാർക്ക് മനസ്സിലായി എന്നാണ്. പിന്നീട് അപ്പോഴേക്കും അടുത്ത ചോദ്യമാണ്. അടുത്തത്, അടിമ, ഇവൾക്കൊരു ഭർത്താവുണ്ട്.
ഇവളുടെ അടിമയായിട്ടാണത്രേ ആ ഭർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതെന്താ? ഈ ഭുക്തിവൃത്തികളെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത നമ്മുടെ ജീവനാണ് എന്നാണ് അവിടെ ഭാഗവതം പറയാണ്. അതെന്താ? ഇവൾക്ക് ഈ ബുദ്ധിക്ക് അങ്ങോട്ട് അടിമപ്പെട്ടുകൊണ്ട് തെക്കോട്ട് പോകാൻ പറഞ്ഞാൽ തെക്കോട്ട് പോവും, വടക്കോട്ട് പോകാൻ പറഞ്ഞാൽ വടക്കോട്ട് പോവും അല്ലേ? ഇവിടെ ഭാഗവതം പല സ്ഥലത്തും പറയും, ഒരേ സമയം തന്നെ പല സ്ഥലത്തേക്ക് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. എന്ത്? ഇങ്ങനെ ഇതിൻ്റെ അടിമപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിലോ ബുദ്ധിക്ക് അടിമപ്പെട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാണ്. ഇവൾക്ക് അങ്ങോട്ട് അടിമപ്പെട്ട് കഴിഞ്ഞാൽ, ഈ ചഞ്ചലമായിട്ടുള്ള ആ സ്വഭാവത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവുക? ലക്ഷ്യമറിയാതെ പല പൊട്ടക്കിണറ്റിലും ചെന്ന് ചാടും എന്നാണ് പറയുന്നത്. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ വളരെ ദുർലഭമായിട്ട് ഉള്ള ആ ലഭിച്ചിട്ടുള്ള മനുഷ്യ ശരീരത്തിന് വെറുതെ തിന്നിട്ടും കുടിച്ചിട്ടും കളയുകയല്ല വേണ്ടതെന്നാണ്. അതല്ല ലക്ഷ്യം. എന്താണ്? ആ ബ്രഹ്മത്തിലേക്ക്, ബ്രഹ്മസൗഖ്യത്തിലേക്ക്, അനന്തമായിട്ടുള്ള ബ്രഹ്മസൗഖ്യത്തിലേക്ക്, പരമപദ പ്രാപ്തിയിലേക്ക്, ഭഗവാനുമായി ഒന്നായി ചേരുന്ന ആ ജീവബ്രഹ്മ ഐക്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് വേണ്ടത്. ഈ അടിമയായിട്ടുള്ള ആൾക്ക് അത് സാധിക്കില്ല. അദ്ദേഹം എന്ത് ചെയ്യും? ലക്ഷ്യമറിയാതെ ജീവിക്കും. ലക്ഷ്യമറിയാതെ ജീവിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? കുറച്ചും കൂടി കഴിഞ്ഞാൽ ഭാഗവതം കൃത്യമായിട്ട് പറയും, ലക്ഷ്യമറിയാതെ ജീവിച്ചു കഴിഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങളൊക്കെ കൂടിയിട്ട് ഈ ജീവാത്മാവിനെ പൊട്ടക്കിണറ്റിൽ കൊണ്ടേ ചാടിക്കും എന്നാണ്. അപ്പൊ എന്താ? പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പം ലക്ഷ്യം അറിഞ്ഞുകൊണ്ട് ഇതിനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു യാത്രയാക്കിയിട്ട് മാറ്റണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? അല്ലെങ്കിൽ ആത്മഹത്യയാണെന്നാ പറയുന്ന ഭാഗവതം. കുറേയും കൂടിയും കഴിഞ്ഞ് പറയും, നൃദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരു കർണധാരം മയാനുകൂലേന നഭസ്വതേരിതം പുമാൻ ഭവാബ്ദിം നതരേത്സ ആത്മഹാ. വെറുതെ വേസ്റ്റാക്കരുത്. എന്തൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. മനുഷ്യ ശരീരം ദുർലഭമായിട്ടുള്ളത്, ഗുരുനാഥനെ കിട്ടിയിട്ടുണ്ട്, ഭഗവാനാകുന്ന അനുകൂലമായിട്ടുള്ള കാറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് സഞ്ചരിക്കേ വേണ്ടുള്ളൂ എന്നാണ് രാമകൃഷ്ണ പരമഹംസര് എപ്പോഴും പറയും. ഒരടി ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ വെക്കാൻ ശ്രമിച്ചാൽ 10 അടി ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരും. ആ ഒരടി വെക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. അല്ലാതെ വെറുതെ ഇവളുടെ അടിമയായിട്ട് എന്ത് ചെയ്യരുത്? ഈ അതിദുർലഭമായിട്ട് കിട്ടിയിട്ടുള്ള ഈ ജന്മത്തിനെ വെറുതെ പാഴാക്കരുത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള, ഈ നാരദൻ പറഞ്ഞിട്ടുള്ള ഈ ചോദ്യത്തിൻ്റെ ആന്തരാർത്ഥം എന്നുള്ളത് അവർക്ക് മനസ്സിലായി എന്നാണ്. അടുത്ത ചോദ്യം അപ്പോഴേക്കും 6ാമത്തെ ചോദ്യമായി. 2 വശത്തേക്കും ഒഴുകുന്ന ഒരു നദിയുണ്ട് എന്നാണ്. ആ നദിയെക്കുറിച്ച് അറിയുമോ? ഇടയ്ക്കിടയ്ക്ക് പറയും, ഇതിനെക്കുറിച്ചറിയാതെ നിങ്ങൾ തപസ് ചെയ്തിട്ട് എന്താണ് കാര്യം? ഇതറിയാതെ നിങ്ങൾ തപസ് ചെയ്തിട്ട് എന്താണ് കാര്യം എന്ന് ഇടയ്ക്കിടയ്ക്കുണ്ട്. അപ്പോൾ അറിയേണ്ടത് അറിയണം. വെറുതെ പുറത്തു കൂടെ എന്തെങ്കിലും നടന്നാൽ പോരാ. എന്ത് വേണം? ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ താത്വികമായിട്ടുള്ള വശം, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയണം എന്നാണ് നാരദന്റെ അടുത്ത ചോദ്യം. അതാണ്. 2 വശത്തേക്കും ഒഴുകുന്ന ഒരു നദിയുണ്ട്, ആ നദിയെക്കുറിച്ച് അറിയുമെന്നാണ്. അവർക്ക് ചിന്തിച്ചപ്പോൾ മനസ്സിലായി അതവിടെ എന്താണ്? സൃഷ്ടിക്കും അതുപോലെ തന്നെ സംഹാരത്തിനും അത് രണ്ടും അല്ലേ? സൃഷ്ടിയുമുണ്ട് സംഹാരവുമുണ്ട് എന്നാണ്. ഇത് രണ്ടിനെയും ഇനി അതിനെ നിലനിർത്തുകയും ചെയ്യുന്ന ആ ഭഗവാന്റെ ഭഗവത് ശക്തിയാണ് ഈ നദിയെക്കുറിച്ച്. ആ ശക്തിയെ തന്നെയാണ് ഈ നദിയെക്കുറിച്ച് പറയുന്നത്. ആ ശക്തിയാണ് ഈ നദിയായിട്ട് സൃഷ്ടി ചെയ്യുന്നതും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. ഇനി അതിനെ തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നതും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. ഇതിനെക്കുറിച്ചിട്ട് അറിയണം. ഇതിൻ്റെ ഇടയിൽ എന്ത് വേണം? മുക്തിക്കായിട്ടുള്ള മനുഷ്യ ജന്മം കിട്ടിയിട്ടുള്ള നമുക്ക് മുക്തിക്കായിട്ട് മുക്തനാവണം എന്നാ പറയുക. അപ്പൊ എപ്പോൾ മുക്തനാവണം? മരിച്ചു പോയിട്ട് മുക്തനാവണം എന്നല്ല, ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ മുക്തനാകണം. നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് എന്തായി സാധിക്കണം? മുക്തനായിട്ട് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അപ്പൊ മുക്തിക്കുള്ള ശ്രമമാണ് ഈ നദിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവേണ്ടത് എന്നാണ്. അപ്പൊ ഇവിടെ രണ്ടും കാണാം എന്നാണ്. ആ നദിയിൽ അത് ഭഗവത് ശക്തി തന്നെയാണ്. അതിൽ എന്ത് വേണം? മുക്തിക്കായിട്ട് ശ്രമിക്കണം എന്നാണ്. അടുത്തത് 25 ഘടകങ്ങളുള്ള ഒരു വീടുണ്ട്. ആ വീടിനെ കുറിച്ച് അറിയുമെന്നാണ്. അതെന്താ? അത് ഈ ഭഗവാനെ കുറിച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സംഖ്യകളിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് പല രീതിയിലാണ് നമുക്ക് ഭഗവാനെ ബോധ്യപ്പെടുത്തി തരിക നമ്മുടെ ഭാഗവതം. ചിലപ്പോൾ അത് ഭക്തിയോഗത്തിലൂടെ, ജ്ഞാനയോഗത്തിലൂടെ, കർമ്മയോഗത്തിലൂടെ, അതിൻ്റെ തന്നെ ഉപവിഭാഗങ്ങളായിട്ടുള്ള സാഖ്യയോഗത്തിലൂടെ, വിഭൂതി യോഗത്തിലൂടെ, എത്രയെത്ര യോഗങ്ങളെ, കർമ്മയോഗം, ക്രിയായോഗം, എത്രയെത്ര യോഗങ്ങളാണ് കാണുന്നത്. യോഗം ഏതോ ആയിക്കോട്ടെ,
ദർശനം എന്താ പറഞ്ഞ? സ്തുതിയിൽ ആദ്യം എന്താ പറഞ്ഞ? അങ്ങയിൽ എത്തിച്ചേരാൻ ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് രീതിയിൽ അങ്ങയെക്കുറിച്ച് പറയപ്പെടുന്നു. ഇവിടെ സംഖ്യകളുമായി ബന്ധപ്പെട്ടിട്ട് ഭഗവാനെ കുറിച്ച് പറയുകയാണ്. സംഖ്യകളുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ അതെന്തായി? സാഖ്യയോഗമായി. വിഭൂതികളുമായിട്ട് ബന്ധപ്പെടുത്തിട്ട് എന്താ? വിഭൂതി വിശേഷേണ പ്രകാശിക്കുന്ന വസ്തുക്കളിലൂടെ ഭഗവാനെ അറിയാൻ സാധിക്കുക. അപ്പൊ അതെന്തായി? വിഭൂതി യോഗമായി. എന്താ വിഭൂതി യോഗം? എല്ലാറ്റിലും ഭഗവാനെ കാണുക. അത് പെട്ടെന്ന് സാധിക്കില്ല നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക്. അപ്പൊ പറയും, എല്ലാ പക്ഷികളിലും ഭഗവാനെ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ശ്രേഷ്ഠമായിട്ടുള്ള പക്ഷിയിൽ കാണാൻ സാധിക്കുക, ഗരുഡനിൽ കാണുക. പിന്നെ എല്ലാ മരങ്ങളിലും ഭഗവാനെ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആൽമരത്തിൽ കാണുക. അവസാനം എവിടേക്ക് എത്തണം? പിന്നെ ശ്രേഷ്ഠമായ വസ്തുക്കളിലും അല്ല എന്ന് നമ്മൾ കരുതുന്ന എല്ലാ വസ്തുക്കളിലും ആരെ കാണുക? ഭഗവാനെ കാണുക. അവസാനം എന്താവും? യാതൊന്നു കൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ. ആ ഒരവസ്ഥയിലേക്ക് എത്തണം എന്നാണ്. അപ്പൊ ഇവിടെ ഇതിന് നമ്പറായിട്ടാണ് പറയുക. എന്താ? പഞ്ചഭൂതങ്ങള്, അതുപോലെ തന്നെ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങള്, ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം തുടങ്ങിയിട്ടുള്ള ആ പഞ്ചഭൂതങ്ങള്, പഞ്ചേന്ദ്രിയങ്ങള്, അത് തന്നെ ജ്ഞാനേന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള്, എന്താ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് തുടങ്ങിയിട്ടുള്ള 5 എണ്ണം. പിന്നെ അവ പ്രവൃത്തിയായിട്ട് വരുന്ന കർമ്മേന്ദ്രിയങ്ങള്, വാക്ക്, കയ്യ്, കാല്, പായു, ഉപസ്ഥം തുടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള 5. ഇപ്പൊ എത്രയായി? 15 എന്നാണ്. പിന്നെ ഒരു 4 അന്ധകരണ വൃത്തികളാണ്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ഇവയെ പ്രകാശിപ്പിക്കുന്ന, ഇവയൊക്കെ ഉണ്ടെങ്കിലും ശരി, ഇവയെ പ്രകാശിപ്പിക്കണമെങ്കിൽ, ഇവയെ പ്രവർത്തനക്ഷമമാക്കണമെങ്കിൽ ആ ഭഗവത് ചൈതന്യം വേണം. അപ്പൊ എന്തായി? 25 അപ്പൊ ഈ 25 ഘടകങ്ങളോട് കൂടിയിട്ടുള്ള ആ വീടിനെ അറിയൂ. ചുരുക്കത്തിൽ അന്തര്യാമിയായിട്ടുള്ള, എല്ലാറ്റിൻ്റെയും ഉള്ളിൽ പുരുഷൻ എന്ന് ആദ്യമേ പറഞ്ഞല്ലോ. എന്താ? എല്ലാറ്റിൻ്റെയും ഉള്ളിൽ ചൈതന്യമായിട്ട് ഇരുന്നു കൊണ്ട് അവയെ ഒക്കെ പ്രകാശിപ്പിക്കുന്ന, പ്രവർത്തിപ്പിക്കുന്ന, കർമ്മോന്മുഖമാക്കുന്ന ആ ഈശ്വര ചൈതന്യത്തിനെ കുറിച്ച്, ആ ഭഗവാനെ കുറിച്ച് അറിയുമോ? അതറിയാതെ തപസ്സിന് പോയിട്ട്, ഇല്ലെങ്കിൽ തപസ് ചെയ്തിട്ട് എന്താണ് കാര്യം എന്നാണ് അവിടെ ഉദ്ദേശിച്ചത് എന്ന് ആർക്ക് മനസ്സിലായി? ഇവർക്ക് മനസ്സിലായി എന്നാണ്. അപ്പൊ അടുത്ത കാര്യം ചോദിച്ചു. അടുത്ത അപ്പോഴേക്ക് 8ാമത്തെ ചോദ്യമായി. വിചിത്ര കഥയുള്ള ഒരു ഹംസമുണ്ട്, ആ ഹംസത്തിനെ കുറിച്ച് അറിയോന്നാണ്. എന്താ ഈ വിചിത്ര കഥയുള്ള ഹംസം? അത് വിചിത്രമാണ് അതിൻ്റെ കഥകള് എന്നാണ്. അത് ആ ഭഗവാനെ കുറിച്ച് പറയുന്ന, ഇവിടെ നിന്ന് മുക്തനാകാനുള്ള ആ ശ്രേഷ്ഠമായിട്ടുള്ള വഴിയാണ് എന്നാണ്, ആ ശാസ്ത്രമാണ് എന്നാണ്. ഇതൊക്കെ രക്ഷപ്പെടണ്ടേ? അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, മുക്തനാക്കാനുള്ള അതിനുള്ള വഴിയെക്കുറിച്ച്, അതിനെക്കുറിച്ച് പറയുന്നതാണ് ഹംസം എന്നാണ്. ഹംസം എന്ന് എവിടെ കേട്ടാലും, ഇപ്പൊ ഈ സ്തുതിക്ക് ഒരു പേര് പറഞ്ഞു. എന്താ സ്തുതിയുടെ പേര്? ഹംസ ഗുഹ്യ സ്തോത്രം. ഹംസം എന്ന് പറഞ്ഞാൽ ഒരു ജീവിയെ കുറിച്ചിട്ടാണ് അവിടെ സൂചിപ്പിക്കുക. അതിനൊരു പ്രത്യേക കഴിവുണ്ട് എന്നാണ്. പാലിനെയും വെള്ളത്തിനെയും വേർതിരിക്കാൻ കഴിവുള്ള ഒരു ജീവിയാണ് എന്നാണ്. അപ്പൊ അതെന്താ? ഈ പാലും വെള്ളവും ഒരിക്കലൊന്നല്ല അവിടുത്തെ അർത്ഥം. ഇവിടെ ഒരിക്കലും ഭൗതികതയെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒന്നും ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താ പാലും വെള്ളവും എന്ന് പറഞ്ഞാൽ? അത് ചുരുക്കത്തിൽ പറഞ്ഞു വന്നാൽ എത്തിച്ചേരുക ഈശ്വരനെയും ഈശ്വരനല്ലാത്ത വിഷയങ്ങളെയും തമ്മിൽ വേർതിരിച്ചറിയുക. കുറച്ചും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിത്യത്തിനെയും അനിത്യത്തിനെയും അറിയുക. നിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നിത്യമായിട്ടുള്ളത്, നശിക്കാത്തത്, നാശമില്ലാത്തത്. അനിത്യം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തതിലേക്ക് എത്തിച്ചേരണം. നിത്യവും അനിത്യവും ഇതിന്റെ നേരെ വിപരീതം എന്നാണ്. അതായത് എന്നെന്നും നിലനിൽക്കുന്നതും എന്നെന്നും നിലനിൽക്കാത്തതും. ചുരുക്കത്തിൽ എവിടെ എത്തിച്ചേരും? അവസാനം നാശമുള്ളവയിൽ പിടിച്ചിട്ടുള്ള ആ മനസ്സിനെ അവിടെ നിന്ന് വിടുതൽ ചെയ്തുകൊണ്ട് ആ നിത്യനായിട്ടുള്ള, സത്യനായിട്ടുള്ള ഭഗവാനിലേക്ക് എത്തിച്ചേരണം. ഇതിനെ കുറച്ചും കൂടി എന്തായി പറഞ്ഞാൽ നിത്യാനിത്യ വിവേകം എന്ന് പറയും. നാശമുള്ളതും നാശമില്ലാത്തതും. അപ്പൊ ഇതിൽ നിന്ന് നാശമുള്ളതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ആ നാശമുള്ളതിൻ്റെ പിന്നിൽ പിടിക്കാതെ, ഇല്ലെങ്കിൽ അതിൽ ആകൃഷ്ടരാവാതെ നാശമില്ലാത്തതിൽ ആകൃഷ്ടരാവണം. ഇതിലേക്ക് എത്തിച്ചേരുന്ന അത്തരം കാര്യങ്ങൾ, അതാണ് വിചിത്ര കഥയുള്ള ആ ഹംസത്തിനെ കുറിച്ച് അറിയുമോ? ഇത് അറിയാതെ, ഈ ശാസ്ത്രത്തിനെ അറിയാതെ, ഈ വഴിയെ അറിയാതെ നിങ്ങൾ തപസ് ചെയ്തിട്ട് എന്താണ് കാര്യം? അത് സഫലമാവുമോ എന്നാണ്. അടുത്ത എന്താ? നല്ല മൂർച്ചയുള്ള ഒരു ചക്രം ഉണ്ടെന്നാണ്. അത് തിരിഞ്ഞുകൊണ്ടിരിക്കത്രേ. അതെന്താ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ചക്രം എന്ന് എവിടെ കേട്ടുവോ
അവിടെയൊക്കെ ഭാഗവതം സൂചിപ്പിക്കുന്നത് സംസാര ചക്രത്തിനെയാണ്. തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലചക്രം, അതിനോട് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സംസാര ചക്രമാണെന്നാണ്. അത് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നതാണ്. അതെങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക? കറങ്ങിയ എന്താ ഉണ്ടാവുക? അത് നമ്മുടെ അനുഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും എന്നാണ്. കറക്കം വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അനുഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. നോക്കൂ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. ഇപ്പൊ നമ്മളിപ്പോ കുട്ടിയാവണ സമയത്ത് കൊണ്ടുപോയിട്ട് സ്കൂളിൽ ചേർത്തി. അപ്പോഴാണ് അച്ഛനും അമ്മയും കൊണ്ടുപോയിട്ട് സ്കൂളിൽ ചേർത്തി എന്നാണ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ അപ്പോഴത്തെ ഒരു ലക്ഷ്യം എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും ആ 10ാം ക്ലാസ് ഒന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നാണ്. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് എവിടെ എത്തിയിട്ടില്ല എന്നാണ്. പിന്നെന്താണ് ആ പ്രീ ഡിഗ്രിയോ ഇല്ലെങ്കിൽ +2 എന്താ വെച്ചാൽ അത് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നാണ്. പിന്നെ കുറച്ചുകൂടിയും പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമയോ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നാണ്. അപ്പോഴാണ് മനസ്സിലാവുക ഇവിടെ ഒന്നും ആയിട്ടില്ല, ഒരു ജോലി കിട്ടിയാൽ സമാധാനമായി എന്നാണ്. പിന്നെയാണ് മനസ്സിലായ ഒരു വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടികളുണ്ടായാൽ അങ്ങനെ പോവുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്താ ആഗ്രഹം? കുട്ടി ഉണ്ടായാൽ, കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ, സന്താനങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ സമാധാനമായി എന്നാണ്. പിന്നെന്താണ്? ആ സന്താനത്തിന് ആ കുട്ടിയെ ഒന്ന് സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ, ആ കുട്ടിയെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ എന്താ? ഈ കുട്ടിയുടെ ഒരു SLC കഴിഞ്ഞാൽ രക്ഷപ്പെട്ടിരുന്നു എന്നാണ്. പിന്നെ നേരത്തെ ഒരു SLC കഴിയലുണ്ടായിരുന്നു. ആരുടെ ആയിരുന്നു അത്? സ്വന്തം, അല്ലേ? ഇപ്പൊ ആരുടെ SLC കഴിയലായി? കുട്ടിയുടെ ആയി. പിന്നെ ആ കുട്ടിക്ക് ഒരു ജോലി കിട്ടിയാൽ, ആ കുട്ടിക്ക് ഒരു വിവാഹം കഴിഞ്ഞാൽ, ആ കുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടായാൽ, ഇങ്ങനെ ഉണ്ണിയുണ്ടായി വേൾപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവൂ. അപ്പോൾ ഇതിന്റെ ഇടയിൽ എന്താ സംഭവിക്കുന്നത്? ഇത്തമോരൊന്നു ചിന്തിച്ചിരിക്കവേ അങ്ങോട്ട് പോണു, അല്ലെ? പാവം ശിവ ശിവ. അതാണ് ഇതിവിടെ എന്താ ഉണ്ടായത്? ഒക്കെ ആവർത്തനങ്ങളാണ് എന്നാണ്. അല്ലെങ്കിൽ എവിടെ നോക്കിയാലും നമുക്ക് ഈ ആവർത്തനം കാണാം. ഒരു ആശുപത്രിയുടെ പടിക്കൽ ചെന്ന് നോക്കിയാൽ കാണാം. എന്താണ്? ഒരു കാറിൽ ഒരാൾ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ വരുന്നു. അങ്ങേ പുറത്തു കൂടെ എന്താ ഉണ്ടാവണ? നീല ലൈറ്റ് ഇട്ട ആംബുലൻസിൽ വേറൊരു വഴിയിലൂടെ വെള്ള വസ്ത്രത്തിൽ പുതച്ചിട്ട് വേറൊരു വണ്ടിയിൽ വേറൊരാൾ പോണു, അല്ലേ? അവിടെ എന്താ ഉണ്ടായത്? ഇതിങ്ങനെ ജനനം മരണം അനുഭവങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ശക്തി അതെന്താണ്? ഈ ദുഃഖവും ദുരിതങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഈ സംസാര ജീവിതത്തിനെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് അവർക്ക് മനസ്സിലായി എന്നാണ്. ഇനി അവസാനത്തെ ചോദ്യമായി 10ാമത്തെ ചോദ്യം എന്താ? ഈ പിതാവിനെ അറിയില്ലേ, പിതാവിന്റെ ആജ്ഞയെ അറിയില്ലേ? ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നാ മതിയോ? ഇതിന്ന് എന്ത് വേണം? രക്ഷ വേണം. ഈ രക്ഷപ്പെടാനുള്ള വഴി എവിടെ പറഞ്ഞിട്ടുള്ളത്? വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ആ വേദത്തിനെ നിങ്ങൾക്കറിയുമോ? വേദം എന്ന് എവിടെയെങ്കിലും കേൾക്കുമ്പോഴേക്കും ആ തടിച്ച ബുക്കാണെന്ന് വിചാരിക്കണ്ട. വേദം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവാണെന്നാണ്. ഏതാണ് അറിവ്? നമുക്കിവിടെ ഒരുപാട് അറിവുകളുണ്ട്. നമ്മുടെ ഋഷീശ്വരന്മാരുടെ കണക്കിൽ അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനെ കുറിച്ചിട്ടുള്ള അറിവിനെയാണ് അറിവ് എന്ന് പറയുന്നത്. ആ ഭഗവാനെ കുറിച്ച് അറിയുമോ? ആ ഭഗവാനെ കുറിച്ച് പറയുന്ന ശാസ്ത്രത്തിനെ അറിയുമോ? ഇതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം എന്നുള്ളത് അവര് എങ്ങനെ മനസ്സിലാക്കി? ചിന്തിച്ച് മനസ്സിലാക്കി എന്നാണ്. അവരിതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കി. പിന്നെ അവര് തിരിച്ചു വന്നൊന്നുമില്ല, അവര് മുക്തരായി എന്നാണ്. ഇപ്പൊ ഈ പോയ ആൾക്കാര് തിരിച്ചു വന്നില്ല. അപ്പൊ ദക്ഷൻ എന്ത് ചെയ്തു? ദക്ഷൻ പിന്നെയും സൃഷ്ടി ചെയ്തു എന്നാണ്. അതില് ശബളാശ്വന്മാരെന്നാണ് പിന്നീടുണ്ടായ കുട്ടികളെ പറയുക. അപ്പോഴേക്കും എണ്ണം കുറച്ച് കുറഞ്ഞു, അത് 1000 ആയി എന്നാണ്. ശബളാശ്വന്മാരോട് പറഞ്ഞു, അതെ, നിങ്ങളൊരു കാര്യം ചെയ്യും, സൃഷ്ടി നടത്തിയിട്ട് ഈ ലോകത്തില് ആ പ്രജകളെ ധാർമ്മികമായി സംരക്ഷിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കും. സൃഷ്ടി നേരെയാവണമെങ്കിൽ എന്തു വേണം? ഈശ്വരനെ ആരാധിക്കൂ. ആദ്യം തപസ് ചെയ്യൂ. തപസ് ചെയ്തിട്ട് ആ ഭഗവത് പ്രസാദത്തോടു കൂടിയിട്ട് വന്നിട്ട് എന്ത് ചെയ്യൂ? എല്ലാ കർമ്മങ്ങളും നിങ്ങളുടെ സഫലമാക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവരെയും ദക്ഷൻ തപസ്സിനായിട്ട് അയച്ചു. നാരദന് മനസ്സിലായി ഇങ്ങനെ കുറച്ച് ആൾക്കാർ ആദ്യം എന്തിനു വന്നിട്ടുണ്ട്? തപസ്സിന് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി. നാരദൻ അവരെയും അനുഗ്രഹിക്കണം എന്ന് വിചാരിച്ചു. നാരദൻ വന്നു, ഇവരെ കണ്ടു, ഇവരോട് ഇതേപോലെ ചോദിച്ചു. 10 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വക കാര്യങ്ങൾ അറിയുമോ? ഈ വക കാര്യങ്ങൾ അറിയാതെ തപസ് ചെയ്തിട്ട് എന്താണ് കാര്യം എന്ന് പറഞ്ഞിട്ട് നാരദൻ ഇവരോട് ഇതേ ചോദ്യങ്ങൾ ചോദിച്ചു. അവരും ഇതേപോലെ സ്വന്തം ചിന്ത ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അവരും മുക്തരായി എന്നാണ്. ഭാഗവതം പറയും, അതിമനോഹരമായിട്ടുള്ളൊരു ഉപമ പറയും അവിടെ. പശ്ചിമായാമിനീരിവ, ഇവര് കഴിഞ്ഞ രാത്രികൾ തിരിച്ചു വരാത്തതുപോലെ ഇവര് എങ്ങനെയായി? മുക്തരായി. ആ നാരദന്റെ ഉപദേശം കൊണ്ട് ഈ ചോദ്യങ്ങളൊക്കെ ഇട്ട് കാര്യങ്ങൾ
മനസ്സിലാക്കിക്കൊണ്ട് എന്നാണ്. പിന്നീടാണ് ഒരിക്കൽ ഈ നാരദനും അതുപോലെ തന്നെ ദക്ഷനും കൂടി കണ്ടുമുട്ടണ സമയത്ത് ദക്ഷന് നാരദനോട് ഒരുപാട് കോപം തോന്നുകയാണ്. തൻ്റെ ഇത്രയും കുട്ടികളെ ഈ വഴിയിലൂടെ ദക്ഷൻ എന്ത് ചെയ്തു? വഴി മാറ്റി വിട്ടു എന്നാണ്. അല്ലയോ നാരദ, അങ്ങ് ചെയ്തത് ശരിയായില്ല. ദക്ഷൻ നാരദനോട് പറയണം, കുറച്ച് കോപത്തിലാണ് പറയുന്നത്, അങ്ങ് ചെയ്തത് ശരിയായില്ല. ശരിക്കും ഇവിടെ ഒരു ജന്മം കിട്ടിക്കഴിഞ്ഞാൽ 3 കടങ്ങൾ വീട്ടാനുണ്ടെന്നാണ്. ആ 3 കടങ്ങൾ വീട്ടാൻ എന്നെ അങ്ങ് അനുവദിച്ചില്ല. ഏതൊക്കെയാണ് 3 കടങ്ങൾ? ഋഷികടം, ദേവകടം, പിതൃകടം. ഈ 3 കടങ്ങൾ എങ്ങനെയാണ് വീട്ടുക? അല്ലേ, നമ്മളൊക്കെ കടത്തോട് കൂടിയിട്ടാണ് ജനിക്കണത് എന്നാണ്. ഈ കടം വീട്ടിയിട്ട് പോണം, ഇല്ലെങ്കിൽ എന്താ കടം വീട്ടാൻ പിന്നെയും വരേണ്ടി വരും എന്ന് ഭാഗവതം മറ്റൊരു സ്ഥലത്ത് പറയും. അപ്പൊ ഇവിടെ പറയണ എന്നെ സംബന്ധിച്ചിട്ട് ഈ കടങ്ങൾ വീട്ടാൻ അങ്ങ് എന്നെ അനുവദിച്ചില്ല. ഋഷികടം വീട്ടണമെങ്കിൽ എന്ത് വേണം? ഋഷീശ്വരന്മാർ എഴുതി വെച്ചിട്ടുള്ള ഇത്തരം വേദവും പുരാണവും ഇതിഹാസവും ഒക്കെ പഠിക്കുക, പഠിപ്പിക്കുക, ഇതൊക്കെ ചെയ്യണം. കാരണം അവര് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇനി വരുന്ന തലമുറകൾ എങ്ങനെയെങ്കിലും നേരെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്. അതൊക്കെ അവരോട് നമുക്കൊരു കടപ്പാടുണ്ട്. എന്താണ് ആ കടപ്പാട്? അല്പസമയമെങ്കിലും അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അറിഞ്ഞത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ വേണം എന്ന് ഋഷികടം വീട്ടാൻ വേണ്ടിയിട്ട്. അടുത്തത് ദേവകടമാണ്. യജ്ഞങ്ങളെ കൊണ്ടാണ് ദേവകടം നമ്മൾക്ക് വീട്ടേണ്ടത്. അതുപോലെ തന്നെ അടുത്ത എന്താ? പിതൃകടമാണ്. അതെങ്ങനെ പിതൃകടം വീട്ടുക? നല്ല സന്തതികള്, അവരെ നല്ല രീതിയിൽ വളർത്തുക, അവരിലൂടെ ഈ ലോകത്തില് ധാർമ്മികരാക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ ധാർമ്മികരാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സൽസന്താനങ്ങളായിട്ട് അവരെ വളർത്തുക, ലോകത്തിന് ഉപകാരപ്രദമായ ആളുകളായിട്ട് അവരെ വളർത്തുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഉള്ള ആ പിതൃകടം, ഇങ്ങനെയുള്ള 3 കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ട് അങ്ങ് എന്നെ അനുവദിച്ചില്ല. അതുകൊണ്ട് അങ്ങ് ഒരു കാര്യം ചെയ്യൂ, അങ്ങക്ക് ഒരു കാര്യം ഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തസ്മാൻ ലോകേഷു തേ മൂഢ ന ഭവേത് ഭ്രമദ പദം. അങ്ങക്ക് ചുരുക്കത്തിൽ പറഞ്ഞാൽ അങ്ങക്കൊരു സ്ഥിരത ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു ശാപമാണ് അവിടെ ദക്ഷൻ നാരദന് കൊടുക്കണത്. നാരദൻ 2 കൈയും നീട്ടിയിട്ട് ആ ശാപത്തിനെ അങ്ങോട്ട് സ്വീകരിച്ചിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് പ്രതിജഗ്രാഹതദ്ബാഠം നാരദ സാധു സമ്മത തിദിക്ഷേദേശ്വര എന്നാ പറഞ്ഞ, തിദിക്ഷയോട് കൂടിയിട്ട് സ്വീകരിച്ചു. എന്താ തിദിക്ഷ എന്ന് പറഞ്ഞാല്? തിദിക്ഷ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോട് കൂടിയിട്ട്, ദുഃഖിക്കാതെ. അതാണ് അവസാനം അതാ പറയാ. എന്താ തിദിക്ഷ? സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താ വിലാപരഹിതം സാ തിദിക്ഷ. ചിലപ്പോ ജീവിതത്തില് സുഖം വരും, ചിലപ്പോ എന്ത് വരും? ദുഃഖം വരും. ഇതിനെ 2 കൈയും കൂടി സ്വീകരിക്കുക, നീട്ടിയിട്ട്. എന്നിട്ടോ ദുഃഖത്തിലധികം ദുഃഖിക്കാനും പോണ്ട, സന്തോഷത്തിലധികം സന്തോഷിക്കാനും പോണ്ട. ഇതിൻ്റെ ഇടയിൽ ഒരു സമമിട്ടുകൊണ്ട്, സമമായി കണ്ടുകൊണ്ട്, സമാധാനത്തോടു കൂടിയിട്ട് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് നാരദൻ സ്വീകരിച്ചു. ആ ശാപത്തിന് തിരിച്ച് ശപിക്കാൻ നാരദന് സാധിക്കുകയൊക്കെ ചെയ്യും. അതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം ഇപ്പൊ നമ്മൾ അനുസ്മരിച്ചത്. 4-5 അധ്യായങ്ങളാണ് ഷഷ്ഠസ്കന്ധത്തിൽ ആ അധ്യായം സമാപിക്കുന്നത്. അപ്പൊ ഇവിടെ ഇനി നമുക്ക് ഈ അധ്യായത്തിന്റെ ഉള്ളിൽ കൂടെ നടക്കാൻ പറ്റുമെന്ന് നോക്കാം. എന്താ ഇപ്പൊ ഇവിടെ പറഞ്ഞത്? ഭാഗവതം ഒരിക്കലും കഥ പറയാൻ വേണ്ടിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം എന്താണ്? താത്വികമായിട്ട് മനസ്സിലാക്കണം. ഇതിൽ പറഞ്ഞിട്ടുള്ളത് വേദങ്ങൾ എഴുതിയിട്ട് തൃപ്തനാകാതെ ആണ് ഇതിഹാസ പുരാണങ്ങൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് കുറച്ചും കൂടി ലളിതമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വെറുതെ എഴുതിയതല്ല ഭാഗവതം. ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമോദയ മന്വന്തര. അവസാനം എവിടേക്ക് എത്തിക്കണം നമ്മളെ? സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനെ കൈ പിടിച്ചുകൊണ്ട് ആശ്രയിപ്പിക്കണം. ആരെ? ഭഗവാനെ ആശ്രയിക്കണം, ബ്രഹ്മത്തിൽ എത്തിക്കണം, ബ്രഹ്മവുമായിട്ട് ഒന്നായി ചേർക്കണം. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നടക്കില്ല അത്. അപ്പൊ എന്ത് വേണം? മനസ്സിനെ സ്റ്റെപ്പായിട്ട് 10 സ്റ്റെപ്പായിട്ട്, അല്ലെ, 9 സ്റ്റെപ്പ് കയറിയിട്ടേ 10ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്താൻ പറ്റൂ. 10ാമത്തെ സ്റ്റെപ്പാണ് ആശ്രയം. പെട്ടെന്ന് പറ്റില്ല. അപ്പൊ എന്ത് വേണം? പ്രപഞ്ചത്തിനെ കുറിച്ച് അറിയണം, ഈശ്വരന്റെ അവതാരങ്ങളെ കുറിച്ചിട്ട് അറിയണം, അതുപോലെ തന്നെ എങ്ങനെയാണ് രക്ഷ കിട്ടുക എന്നറിയണം. ഇത് 6ാമത്തെ സ്കന്ധത്തിലാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. 6ാമത്തെ സ്കന്ധത്തിന്റെ ലക്ഷ്യമായിട്ട് അല്ലെങ്കിൽ ലക്ഷണമായിട്ട് പറയുന്നത് എന്താണ്? പോഷണം. എന്താ പോഷണം എന്ന് പറഞ്ഞാല്? പോഷണം തത് അനുഗ്രഹ
ഭഗവാന്റെ അനുഗ്രഹ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 3 പേർക്കുള്ള അനുഗ്രഹം കിട്ടിയതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ആദ്യം നമ്മൾ അനുസ്മരിച്ചു അജാമിളൻ, ഇനി വരാൻ പോണു വൃത്രാസുരനും ദേവേന്ദ്രനും ഒക്കെ. അപ്പോ ദേവനായാലും അസുരനായാലും മനുഷ്യനായാലും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും. എങ്ങനെ? നല്ല മനസ്സോടു കൂടിയിട്ട് ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ. 3 പേരുടെ കാര്യം പറഞ്ഞു, ദേവന്റെ കാര്യം പറഞ്ഞു, അസുരന്റെ കാര്യം പറഞ്ഞു, മനുഷ്യന്റെ കാര്യം പറഞ്ഞു. ആദ്യം നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, അതുകൊണ്ടായിരിക്കാം ഭാഗവതം ആദ്യം ആരുടെ കാര്യം പറഞ്ഞത്? അജാമിളൻ എന്നുള്ള മനുഷ്യനെ കുറിച്ച് പറഞ്ഞു. ഇനി ദേവനെയും അസുരനെയൊക്കെ പറയാൻ പോവുകയാണ് എന്നാണ്. അപ്പോൾ എന്തൊരു ലക്ഷ്യത്തിനാണ്? ഭഗവാന്റെ അനുഗ്രഹം അത് എല്ലാവർക്കും ലഭിക്കും. എന്ത് ചെയ്താൽ മതി? മനസ്സിനെ പരിശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ ഭഗവാൻ നമ്മളെ പരിശുദ്ധരാക്കിയിട്ട് കൈപിടിച്ചിട്ട് നമ്മളെ ഭഗവത് പദത്തിലേക്ക് എത്തിക്കും എന്ന് കൃത്യമായിട്ട് പറയുന്ന തെറ്റ് ചെയ്തവനാണെങ്കിലും അല്ലേ അജാമിളൻ പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. പരീക്ഷിത്തും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്താ? പാമ്പിനെ പിടിച്ചിട്ട് അല്ലേ കഴുത്തിലിട്ടിട്ടുണ്ട്. പക്ഷെ ഭാഗവതം അവസാനം പറയും ഏതാണ് ആ പാമ്പ്? സംസാര സർപ്പം. അതാണ് അവസാനത്തെ അധ്യായത്തിൽ അവസാന ഭാഗത്ത് എന്താ പറയുക? പരീക്ഷത്തിനെ സംസാര സർപ്പത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുത്തിട്ടുള്ള ഈ ഭാഗവതം, ആ ഭാഗവതം അപ്പൊ എന്താണ്? കൃത്യമായിട്ട് സംസാര സർപ്പം നമ്മളെ സംസാര സർപ്പത്തിന്റെ കടി ഏൽക്കാതിരിക്കാൻ വേണ്ടി പരീക്ഷത്തിനെ സർപ്പം കടിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ കടിച്ചപ്പോഴേക്കും പരീക്ഷിത്ത് ഒരു ഭാവത്തിലേക്ക് എത്തി. ഏതാണ് ആ ഭാവം? താൻ ഈ നശിക്കുന്ന ശരീരമല്ല എന്നുള്ളൊരു ഭാവത്തിലേക്ക് എത്തിച്ചേർന്ന പരീക്ഷത്തിനെയാണ് തക്ഷകൻ കടിച്ചത്. പരീക്ഷിത്ത് ഉപേക്ഷിച്ച ശരീരത്തിനെയാണ് തക്ഷകൻ കടിച്ച്. നമ്മൾ ഉപേക്ഷിച്ച ഒരു വസ്തു, ഒരു പഴയ പേന, എഴുതാൻ പറ്റില്ല, ഒരുപാട് പൊട്ടിയിട്ടുണ്ട്, ഒരു ലേശേ ബാക്കിയുള്ളൂ. നമ്മൾ എന്ത് ചെയ്തു? അതിനെ അങ്ങോട്ട് ഉപേക്ഷിച്ചു. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലാവുകയാണ് ആ പേന എന്തോ ചക്രോ എന്തോ കയറി പൊടിഞ്ഞു പോയി എന്ന്. വല്ല ദുഃഖമുണ്ടോ നമുക്ക്? എന്താ? നമ്മളെന്നോ ഉപേക്ഷിച്ചതാണ് അല്ലേ? പരീക്ഷിത്ത് ശ്രീശുക ബ്രഹ്മർഷിയുടെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് ഉപേക്ഷിച്ചു പോയ ശരീരത്തിനെയാണ് ആര് ദംശിച്ചത്? തക്ഷകൻ ഇല്ലാതാക്കിയത്. ഇനി ഈ ഭാഗത്ത് വരുന്ന ആൾക്കാരെ നോക്കാം നമുക്ക്. ഈ 2 അധ്യായങ്ങളിലൂടെ വരുന്നത് പ്രചേതസ്സുകൾ, പ്രഹർഷേണ ചിത്തം തെളിഞ്ഞവർ, ആ നല്ല ഈശ്വരനിലേക്കുള്ള ബുദ്ധിയെക്കുറിച്ച് ആ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളവരാണ് ആര്? പ്രചേതസ്സുകൾ. അവർക്കൊരു മന്ത്രമൊക്കെ കിട്ടി അല്ലേ? രുദ്രഗീതം. എവിടുന്ന്? സാക്ഷാൽ പരമേശ്വരൻ തന്നെ. അത് എങ്ങനെ? ആളയച്ചു വരുത്തിയിട്ടാണോ? ആ യുക്തമായ സമയത്ത് നമുക്ക് യോഗ്യമായ മനസ്സുണ്ടപ്പോൾ പക്വമായി കഴിഞ്ഞാൽ അവിടെ ഗുരു എത്തിച്ചേരും. ഇവിടെ ഹര്യശ്വന്മാര്, ശബളാശ്വന്മാര് നാരദനെ വിളിച്ചുവോ? നാരദൻ അവിടെ എത്തിച്ചേർന്നു. ആ ഗുരുവിന്റെ രൂപത്തിൽ ഭഗവാൻ അവിടെ എത്തിച്ചേരും. അത് എല്ലായിടത്തും കാണാം. രുക്മിണി ദേവി ആര് വന്നു? ബ്രാഹ്മണൻ അവിടെ എത്തി വഴി പറഞ്ഞു കൊടുത്തു. അതാണ് രുക്മിണി സ്വയംവരം എന്നാണ്. 5 ഇന്ദ്രിയങ്ങളുടെ തടവിലകപ്പെട്ടിട്ടുള്ള ഒരു ജീവനെ ആ തത്വത്തിനെ ഉയർത്തിക്കൊണ്ട് അതിനെ ഉണർത്തിക്കൊണ്ട് ഭഗവാനിലേക്ക് എത്തിച്ചു. ഇവിടെയും അതാണ്. ആ തത്വത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് ഹര്യശ്വന്മാരെയും ശബളാശ്വന്മാരെയും, രണ്ടാമത് 1000 ആൾക്കാർക്ക് ശബളാശ്വന്മാരെന്നാ പറഞ്ഞത്. എന്താ ഈ 1000 പറയുന്നത്? ഈ ബുദ്ധിയുടെ ഇല്ലെങ്കിൽ ആ ബുദ്ധിയുടെ വൃത്തികളാണ്, ബുദ്ധിവൃത്തികളാണ്. രണ്ടാമതായപ്പോഴേക്കും കുറഞ്ഞു, കുറച്ചും കൂടി സാത്വികരായി. ഇനി ആ പഞ്ചജനപുത്രിയായിട്ടുള്ള അസിഗ്നി എന്താ? 5 എവിടെ കേട്ടോളൂ? ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്പർ എവിടെ കേട്ടോളൂ? ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ശരീരം, അതിൽ നിന്നുണ്ടായിട്ടുള്ള അസിഗ്നി ഒരിക്കലും തലനരയ്ക്കാത്തവളാണ് അത്ര അവൾ. വാക്കിന്റെ അർത്ഥം അതാണെന്നാ പറയുക. എന്താ തലനരയ്ക്കാത്തത്? മോഹങ്ങളാണെന്നാണ്. അത് ഏത് സമയത്തും ഉണ്ടാവും എന്നാണ്. നമുക്ക് തലനരയ്ക്കും, വാർദ്ധക്യം വരും. പക്ഷെ ആരൊക്കെ വരില്ല? അവർക്ക് വരില്ല അല്ലേ? ഇപ്പോ ശങ്കരാചാര്യരുടെ ഒരു കീർത്തനത്തിൽ പറയും വടി പിടിച്ചിട്ടാണ് നടക്കണത്. പിന്നെയോ പല്ലാണെങ്കിൽ കൊഴിഞ്ഞിട്ടുണ്ട്. അംഗങ്ങളിതം ഫലിതം തുണ്ടം, അങ്ങനെ പറഞ്ഞ അവസാനം എന്താ പറയുക? വൃദ്ധോയാതി ഗൃഹീത്വാദണ്ഡം. വടി പിടിച്ചിട്ടാണ് നടക്കുന്നത്. പക്ഷേ തദപിനമുഞ്ചത്യാശാപിൺ, ആ മനസ്സിന്റെ ആഗ്രഹങ്ങൾക്ക് ഒരു കുറവുമില്ല എന്നാണ്. ഏത് കാലത്തും തലനരയ്ക്കാത്തവളാണ് ആര്? അസിഗ്നി. ആഗ്രഹങ്ങൾ അത് തന്നെ ഗജേന്ദ്രമോക്ഷത്തിൽ കാണാം. അവിടെ ഒരു പൊയ്കയുടെ പേര് ഋതുമത്ത് എന്നാണ്. എല്ലാ ഋതുക്കളിലും പൂക്കൾ ഉണ്ടാവുന്നത്. അതെന്താ? ഈ മാറ്റമില്ലാത്ത, നശിക്കാത്ത, ഒരിക്കലും മതിയാകാത്ത ആഗ്രഹങ്ങളാണ് എന്നാണ്. അതും ആരായിട്ടാ വന്ന്? പഞ്ചജനന്റെ പുത്രിയായിട്ടെന്നാണ്. ഇനി ആ അഘമർഷണം തീർത്ഥം എന്താ? പാപത്തിനെ ഇല്ലാതാക്കുന്ന ആ തീർത്ഥസ്ഥാനത്തിൽ
അതുപോലെ തന്നെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണ്? ഗരുഡോഭരി. എന്താ ഗരുഡൻ? ഗരുഡൻ എന്ന് പറഞ്ഞാല് ഗജേന്ദ്രമോക്ഷത്തിലാണ് കൃത്യമായിട്ട് പറയുക, ചന്തോമയേന ഗരുഡേന എന്നാണ്. എന്താ ചന്തോമയം? ഉപനിഷത്ത് പ്രതിപാദ്യമായിട്ടുള്ള അറിവാണ്. അപ്പൊ ഭഗവാൻ ഗരുഡന്റെ പുറത്ത് വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഈ ജ്ഞാനത്തിന്റെ പുറത്താണ്, ജ്ഞാനഗമ്യ. സഹസ്രനാമത്തിലൊക്കെ കാണാമല്ലോ, ആ ജ്ഞാനത്തിന്റെ പുറത്ത് വരുന്ന ആ ഭഗവാൻ, ജ്ഞാനത്തിലൂടെ എത്തിച്ചേരുന്ന ആ ഭഗവാൻ രക്ഷിക്കുകയാണ്. പിന്നെ അങ്ങനെ ഏത് ഭാഗങ്ങൾ, ഏത് വാക്കുകൾ എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാതെ പറയുന്നുണ്ട് ഭാഗവതം. അതും കൂടി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ ഭാഗവതം നമ്മൾക്ക് ഏറ്റവും ആസ്വാദ്യകരമായിട്ടുള്ളത്. അങ്ങനെയുള്ള ആ ഭാഗവതം കൊണ്ട് നമുക്കെല്ലാവർക്കും രക്ഷ കിട്ടട്ടെ. ഭാഗവത പ്രിയനായിട്ടുള്ള ആ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടിയിട്ട് ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലും ഇവിടെയുള്ള സജ്ജനങ്ങളുടെ പാതാരവിന്ദങ്ങളിലും മനസ്സുകൊണ്ട് പ്രണമിച്ചുകൊണ്ട് വാക്കുകൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നമഃ പരമർഷിഭ്യോ. ഇതുവരെ ഹംസഗുഹ്യ സ്തോത്രം ദക്ഷചരിതം എന്ന വിഷയത്തെ അധികരിച്ച് നമ്മളോട് സംസാരിച്ച ആദരനായ ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ KP രമേശൻ മാസ്റ്റർ കാരാക്കുർശി പാലക്കാട് അവർക്ക് സത്ര സമിതിയുടെയും ഭക്തജനങ്ങളുടെയും നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തെ ആദരിച്ച് ദക്ഷിണ സമർപ്പിക്കുന്നതിനായിട്ട് ശ്രീ T അംബുജാക്ഷൻ നായർ, സത്രസമിതിയുടെ വൈസ് പ്രസിഡൻറ്റും ഇവിടെ ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാനുമായ അദ്ദേഹത്തെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കും. അടുത്ത പ്രഭാഷണം നാരായണ കവചം എന്ന വിഷയത്തെ അധികരിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ശ്രീമതി രുക്മിണി വാരസ്യാർ മണ്ണാർക്കാട്.